സാഗരം എന്നിലേക്കൊഴുകേണമേ. ഹൃദയിലെ തിന്മയൊക്കെയും മാറ്റി ശുദ്ധമാക്കി തരണമേ. ദുഃഖമെൻ ചിത്ത ഭൂമിയിൽ വർഷ മേഘമായി പെയ്തിറങ്ങുമ്പോൾ സാന്ത്വനത്തിൻ്റെ കുഞ്ഞു തെന്നലായി എന്നെ വന്നു തലോടണേ. നിത്യവും എൻ്റെ ചിത്തവീണയിൽ മുക്തരാഗമായെത്തണേ. സത്യരാഗത്തിൻ ധർമ്മഗാനങ്ങൾ പാടുവാൻ കഴിവേകണേ. കൃഷ്ണ ക്രിസ്തു നബികളൊക്കെയും ഏകമാടിന്ന സത്യത്തെ അന്തലോകത്തെ ബോധമാക്കുവാൻ ജ്ഞാനമേകൂ സർവേശ്വര. ഓം ശാന്തി. സാധാരണ നമ്മൾ പറയാറുണ്ട്, വെൽത്ത് നഷ്ടപ്പെട്ടാൽ, ധനം നഷ്ടപ്പെട്ടാൽ ഒന്നും സംഭവിക്കാനില്ല. ആരോഗ്യം നഷ്ടപ്പെട്ടാൽ അല്പമെങ്കിലും നഷ്ടപ്പെടാനുണ്ട്. എന്നാൽ സ്വഭാവം നഷ്ടപ്പെട്ടാൽ എല്ലാം നഷ്ടപ്പെടുമെന്ന് പറയാറുണ്ട്. ഈ പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരി വിശ്വവിദ്യാലയം ഓരോ മനുഷ്യനെയും ശ്രേഷ്ഠമായ സ്വഭാവ സംസ്കാരം കൊണ്ട് നിറയ്ക്കുവാനായി സ്വയം ഈശ്വരൻ തന്നെ സ്ഥാപിച്ച ഈ വിദ്യാലയം 1936-37 കാലഘട്ടങ്ങളിലാണ് ഈ വിശ്വവിദ്യാലയം സ്ഥാപിച്ചത്. ഇന്ന് 147 രാജ്യങ്ങളിലായി ഈ വിശ്വവിദ്യാലയത്തിൻ്റെ ശാഖകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ യഥാർത്ഥമായ സംസ്കാരം ഈ വിദ്യാലയം രാജയോഗം എന്ന പഠിപ്പിലൂടെ നമുക്ക് നേടിത്തരികയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യവും മാനസികമായ ശാന്തിയും സമാധാനവും സന്തോഷവും സർവ്വ ഐശ്വര്യങ്ങളും നമുക്ക് ഈ രാജയോഗത്തിലൂടെ നമുക്ക് നേടിയെടുക്കാനായി സാധിക്കും. ഇന്ന് നമ്മളെല്ലാവരും ഒത്തുചേർന്നിരിക്കുന്നത് ഒരു ധന്യമുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാനാണ്. ഈ വിശ്വവിദ്യാലയം 88 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സൗജന്യമായാണ് വിദ്യാലയം തൻ്റെ രാജയോഗ ധ്യാനം എല്ലാ മനുഷ്യരിലും രാജയോഗ ധ്യാനത്തിലൂടെ എല്ലാ മനുഷ്യ മനസ്സുകളിലും ശാന്തിയും സമാധാനവും സന്തോഷവും നമുക്ക് നേടിയെടുക്കാനായി സാധിക്കുന്നു. അങ്ങനെയുള്ള ഈ വിശ്വവിദ്യാലയത്തിൻ്റെ 88ാം വാർഷികവും അതിനോടൊപ്പം തന്നെ കോട്ടായിൽ പുതിയൊരു ശാഖ ആരംഭിക്കുകയും കൂടി ചെയ്യുകയാണ്. ഇങ്ങനെയുള്ള മംഗളകരമായ മുഹൂർത്തത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഈ പരിപാടിയിൽ ക്ഷണിക്കപ്പെട്ടെത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളായ പഞ്ചായത്ത് പ്രസിഡൻ്റായ ശ്രീമതി അനിത അവർകളെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വൈസ് പ്രസിഡന്റിനെ സ്വാഗതം ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ വാർഡ് മെമ്പറായ ശ്രീമതി രാധാമോഹൻ അവർകളെയും ഈ പരിപാടിയിലേക്ക് ബ്രഹ്മകുമാരീസ് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതേപോലെ സദ്ഗുരു ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ വിദ്യാപീഠം പ്രസിഡന്റ് ശ്രീ സുരേഷ് സാർ അവർകളെയും ഈ വേദിയിലേക്ക് ബ്രഹ്മകുമാരീസ് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സന്ദീപിനിയുടെ സാരഥിയും ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിലെ മേൽശാന്തിയുമായ ശ്രീ ശ്യാം പ്രസാദ് അവർകളെയും ഈ പരിപാടിയിലേക്ക് ബ്രഹ്മകുമാരീസ് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
റിട്ടയർഡ് കാനറ ബാങ്ക് അസിസ്റ്റന്റ് മാനേജറായ ശ്രീ മാധവൻകുട്ടി അവർകളെയും ഈ പരിപാടിയിലേക്ക് ബ്രഹ്മകുമാരി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. അതേപോലെ റിട്ടയർഡ് യൂണിയൻ ബാങ്ക് മാനേജർ ശ്രീ വേണുഗോപാൽ അവർകളെയും ബ്രഹ്മകുമാരീസ് ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതേപോലെ ബ്രഹ്മകുമാരീസിൻ്റെ പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ സാരഥ്യം വഹിക്കുന്ന ബ്രഹ്മകുമാരി മീന അവർകളെയും ഈ പരിപാടിയിലേക്ക് ഞാൻ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. അതേപോലെ ബ്രഹ്മകുമാരീസിൻ്റെ മീഡിയ കോർഡിനേറ്ററായ BK ഗോപാലകൃഷ്ണൻ അവർകളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ NSSൻ്റെ കരയോഗം സെക്രട്ടറി ശ്രീ സോമകുമാരൻ അവർകളെയും ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം ബ്രഹ്മകുമാരി സ്വാഗതം ചെയ്യുന്നു. അതേപോലെ ഈ പരിപാടിയെ വിജയിപ്പിക്കാനായി, മംഗളകരമായി വിജയിപ്പിക്കാനായി ക്ഷണം സ്വീകരിച്ചെത്തിയ ഈ നാട്ടിലെ നല്ലവരായ എല്ലാ സഹോദരി സഹോദരങ്ങളെയും ബ്രഹ്മകുമാരീസ് ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബ്രഹ്മകുമാരീസിൻ്റെ പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ ബ്രഹ്മകുമാരീസിൻ്റെ ശാഖകളിൽ നിന്നും എത്തിച്ചേർന്നിരിക്കുന്ന ഈശ്വരീയ വിദ്യാർത്ഥികളായ എൻ്റെ ആത്മീയ സഹോദരി സഹോദരങ്ങളെയും ഈ പരിപാടിയിലേക്ക് ഹാർദവുമായി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഓം ശാന്തി. ഓം ശാന്തി. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളും അതുപോലെ സദസ്സിലിരിക്കുന്ന എല്ലാ സഹോദരീ സഹോദരന്മാർക്കും നമസ്കാരം. ഇന്ന് നമ്മളെല്ലാവരും ഒത്തുചേർന്നിരിക്കുന്ന ഈ ഒരു സുദിനം വളരെ ഒരു വിശേഷപ്പെട്ട ഒരു സുദിനമാണ്. കാരണം നമ്മളെല്ലാവരും കാലത്തിൻ്റെ ഒരു പ്രത്യേക ഒരു കാലഘട്ടത്തിൽ ഇരിക്കുകയാണ്. കാലചക്രം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. പല കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടം പ്രത്യേകിച്ചും ഒരു വലിയൊരു മാറ്റത്തിൻ്റെ വക്കിൽ എത്തി നിൽക്കുന്ന ഒരു കാലമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മുടെ ഇപ്പോൾ ഈ ഒരു മാസത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ ജൂൺ മാസം എന്ന് പറയുന്നതും നമുക്കെല്ലാവർക്കും അറിയാം. എങ്ങനെയാണോ കടുത്ത വേനലിൻ്റെ ചൂട് കഴിഞ്ഞ് മഴ വന്ന് ഭൂമിക്കും എല്ലാവർക്കും തണുപ്പ് നൽകി പുതിയൊരു പ്രകൃതിയുടെ തന്നെ ഒരു വളർച്ച, പ്രകൃതി അതിൻ്റെ ഒരു ശോഭനമായ ഒരു അവസ്ഥയിലേക്ക് വളരുന്ന ഒരു കാലഘട്ടമാണ് ജൂൺ മാസം. നമ്മളെല്ലാവരും ജൂൺ 5 പരിസ്ഥിതി ദിനം എന്ന രീതിയിൽ ധാരാളം വൃക്ഷത്തൈകളും ചെടികളെല്ലാം നട്ട് നമ്മൾ ഈ മഴക്കാലത്തെ ഈ പ്രകൃതിയെ പരിപോഷിക്കാനായിട്ട് നമ്മൾ ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് നമ്മൾ ആരംഭിച്ചു. അതുപോലെ തന്നെ മറ്റൊരു വിശേഷമാണ് ജൂൺ മാസത്തിൽ ജൂൺ 21 എന്ന് പറയുന്നത് അന്താരാഷ്ട്ര യോഗാ ദിനമായിട്ട് നമ്മൾ ആചരിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്. ജൂൺ 21 ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സൂര്യൻ്റെ ഒരു ആ യാത്രയിൽ ഉത്തരായനത്തിൽ നിന്ന് ദക്ഷിണായനത്തിലേക്ക് ഉണ്ടാകുന്നൊരു മാറ്റത്തെ സൂചിപ്പിക്കുന്ന ഒരു സമയമാണ്. അതും വലിയൊരു മാറ്റത്തിൻ്റെ ഒരു സമയമാണ് ഈ ജൂൺ മാസം, ജൂൺ 21 പ്രത്യേകിച്ച് യോഗാ ദിനമായിട്ട്. യോഗ എന്തുകൊണ്ടാണ് ആ ദിനത്തെ യോഗാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മളെല്ലാവരും ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത, നമ്മളിന്ന് കോട്ടായിൽ ഇവിടെ ഈ ഒരു വിശ്വവിദ്യാലയത്തിൻ്റെ ഉദ്ഘാടന വേളയിൽ നമ്മൾ സമ്മേളിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ തന്നെയാണ് നമ്മുടെ ഭാരതത്തിൻ്റെയും ഒരു മാറ്റത്തിൻ്റെ ഒരു സമയമെന്നോണം പുതിയൊരു സർക്കാരിൻ്റെ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നൊരു സമയം. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം, നമ്മളും വാസ്തവത്തിൽ ഒരു സത്യപ്രതിജ്ഞ
പുതിയൊരു മാറ്റത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പലതിനെയും ഒരു സത്യപ്രതിജ്ഞ എടുക്കേണ്ടതായിട്ടുണ്ട്. സോ ഈശ്വരൻ ഈ സൃഷ്ടിയിൽ അവതരിച്ച് ഈ ലോകത്തിൻ്റെ, ഈ കലിയുഗി ലോകത്തിൻ്റെ മാറ്റത്തിനായിട്ട് തൻ്റെ ഒരു പ്രവർത്തനം ആരംഭിക്കുകയുണ്ടായി. 1936 ആരംഭിച്ച ആ ഒരു മഹാജ്ഞാന യജ്ഞത്തിൻ്റെ 8 പതിറ്റാണ്ടുകളുടെ ഒരു സേവനത്തിൻ്റെ ഒരു സന്നിഗ്ധ ഘട്ടത്തിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. സോ ഈ വിശ്വവിദ്യാലയം 36 ആരംഭിച്ചിട്ട് ഇന്ന് ഏകദേശം 140 രാജ്യങ്ങളിൽ 10,000-ൽ പരം ശാഖകളോടുകൂടി ഈ വിശ്വവിദ്യാലയം ഇന്ന് അതിൻ്റെ സേവന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഈശ്വരൻ ഈ സൃഷ്ടിയെ പരിവർത്തനപ്പെടുത്താൻ ഉപയോഗിച്ച സാകാര മാധ്യമമാണ് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന പ്രജാപിത ബ്രഹ്മ എന്ന് പറയുന്ന ആ വ്യക്തിയിലൂടെയാണ് പരമാത്മ ഈ ഒരു മാറ്റത്തിൻ്റെ തുടക്കത്തിനായിട്ട് തൻ്റെ ആ ഈശ്വരീയ ജ്ഞാനത്തെ പകർന്നു തന്ന് നമുക്ക് ഓരോരുത്തരെയും സശക്തരാക്കാൻ വേണ്ടി, നമ്മൾ ഓരോരുത്തരെയും പരിവർത്തനപ്പെടുത്താൻ വേണ്ടി ആരംഭിച്ചൊരു വിശ്വവിദ്യാലയമാണ് ഈ പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം എന്ന പൂർണ്ണനാമത്തിൽ അറിയപ്പെടുന്ന ഈ വിശ്വവിദ്യാലയം. സോ ബ്രഹ്മബാബയുടെ മുകളിൽ നമുക്ക് കാണാം, നിങ്ങളെല്ലാവരും ആ ജ്യോതി തെളിയിച്ചുകൊണ്ടാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. സോ ഈശ്വരൻ ഈ സൃഷ്ടിയിൽ വന്ന് നമ്മൾ ഓരോരുത്തരുടെയും അണഞ്ഞ ജ്യോതിയെ, നമ്മളെല്ലാവരും അജ്ഞാനത്തിൻ്റെ അന്ധകാരത്തിൽ ഒരു ബോധം നഷ്ടപ്പെട്ട് ഒരു അബോധാവസ്ഥയിൽ, അല്ലെങ്കിൽ കലിയുഗത്തിൻ്റെ മറ്റൊരു ശരീരം എന്നുള്ള ബോധത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെയുള്ള നമ്മളെ സത്യബോധത്തിലേക്ക്, ആത്മചൈതന്യത്തിൻ്റെ ആ ആത്മബോധത്തിലേക്ക് നമ്മൾ ഉയർത്താനായിട്ട് പരമാത്മാ പ്രജാപിത ബ്രഹ്മാവിൻ്റെ സാകാര മാധ്യമം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ജ്ഞാനത്തെ പകർന്നു നൽകാൻ തുടങ്ങി. അപ്പോൾ 1936 വളരെ ചെറിയ ഒരു സമൂഹമാണ് ഉണ്ടായിരുന്നത്. ആ സമൂഹത്തെ ഓം മണ്ഡലി എന്ന് പറയുന്നൊരു സമൂഹം, ആ കൊച്ചു സമൂഹം, ആ സമൂഹത്തിൽ നമ്മൾ ഓം എന്ന് ഈശ്വരൻ നമ്മളെ പറയാൻ പഠിപ്പിച്ചു. നമ്മൾ ഓരോരുത്തരും ഓം എന്നാൽ ഈ ശരീരമല്ല, ഈ ശരീരത്തിനകത്തിരിക്കുന്ന ദിവ്യ ചൈതന്യ ശക്തിയായ ആത്മാവാണെന്ന് മനസ്സിലാക്കി തന്നുകൊണ്ട് അങ്ങനെ നമ്മളെ കൊണ്ടൊരു പ്രതിജ്ഞ ചെയ്യിപ്പിക്കുകയാണ്. ഈശ്വരൻ നമ്മളെ കൊണ്ടൊരു പ്രതിജ്ഞ ചെയ്യിപ്പിച്ചു. ഈ ലോകത്തിൻ്റെ ഒരു മാറ്റം, നമ്മുടെ മാറ്റം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളെല്ലാവർക്കും നമ്മുടെ ഉള്ളിലെ നെഗറ്റീവായിട്ടുള്ളതിനെ, മോശമായിട്ടുള്ളതിനെ, ആസുരീയമായതിനെ കളയാനുണ്ട്. സോ ആ ആസുരീയമായതിനെ കളയാൻ, നമ്മുടെ ഉള്ളിലെ നെഗറ്റീവിനെ കളയാനായിട്ട് നമ്മളോടൊരു പ്രതിജ്ഞ ചെയ്യിപ്പിച്ചു. സോ നമ്മളെല്ലാവരും ആ ഒരു ദൃഢപ്രതിജ്ഞ എടുത്ത് ആ വ്രതം പാലിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്നവരെയാണ് ഈ ബ്രഹ്മകുമാരി കുമാരന്മാരെന്ന് പറയുന്ന ഈ ആത്മീയ സമൂഹം. സോ ആ ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് നമ്മൾ നെഗറ്റീവിനെ മാറ്റാൻ ഈശ്വരൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. മാത്രമല്ല നമ്മുടെ ഉള്ളിൽ സത്യമായ ജ്ഞാനം, സത്യമായ അറിവ്, സത്യമായ ആ ആത്മചൈതന്യത്തെ ഉണർത്തി നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ആ സത്യമായ സ്നേഹത്തെ, സന്തോഷത്തെ, ശാന്തിയെ കണ്ടെത്താനും അതിനെ എല്ലാവരിലേക്കും പ്രസരിപ്പിച്ചുകൊണ്ടുള്ള ഒരു പുതിയൊരു ജീവിതം, അങ്ങനെ ജീവിക്കുന്ന ഒരു പുതിയ സമൂഹത്തെ ആണ് ഈശ്വരൻ ഈ സൃഷ്ടിയിൽ സൃഷ്ടിക്കുകയും ആ ചെറിയൊരു സമൂഹമാണ് ഇന്ന് ലോകത്തിൻ്റെ തന്നെ ഏറ്റവും വലിയൊരു മാറ്റത്തിന് കാരണമായിട്ട്, അല്ലെങ്കിൽ ആ ഒരു മാറ്റത്തിന് ശക്തിയേകിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം. ഇന്നെല്ലാവരും അറിയാം, ലോകത്തിൽ വളരെയധികം മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ആ മാറ്റം എങ്ങനെ കൊണ്ടുവരാം, അതിന് സാധിക്കുന്നില്ല. കാരണം ഓരോ മനുഷ്യ മനസ്സുകളും നിന്ന് എങ്ങനെയാണ് ഒരു മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി ചാർജ് പോയി കഴിഞ്ഞാൽ അത് ശരിയായി പ്രവർത്തിക്കില്ല. അതുപോലെ തന്നെ നമ്മൾ ഓരോ മാനവരും നമ്മുടെ ആത്മചൈതന്യത്തിൻ്റെ ആ ബാറ്ററി ചാർജ് കുറഞ്ഞതുകൊണ്ട് നമുക്ക് നമ്മുടെ ആ സത്യമായ വഴിയിലേക്ക്, സത്യം ആണെന്നറിഞ്ഞാലും ധർമ്മമാണെന്നറിഞ്ഞാലും നമ്മൾ അറിഞ്ഞുകൊണ്ടും തെറ്റിലേക്ക്, നെഗറ്റീവിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും സത്യത്തിൻ്റെ പാതയിൽ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതൊരു ഒഴുക്കിനെതിരെ നീന്തുന്നത് പോലെയാണ്. അപ്പോൾ ആ ഒഴുക്കിനെതിരെ പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു എക്സ്ട്രാ ശക്തി തീർച്ചയായിട്ടും ആവശ്യമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഈശ്വരൻ നമുക്ക് ആ എക്സ്ട്രാ ശക്തി തരികയാണ്. ആ എക്സ്ട്രാ ശക്തി തരുന്ന ആ കാലഘട്ടം, അതിനായിട്ട് ഈശ്വരൻ സൃഷ്ടിയിൽ അവതരിച്ച് നമ്മളോട് പറയാണ്, കുട്ടികളെ, നിങ്ങൾ ഞാനുമായിട്ട്, പരമാത്മാവുമായിട്ട്, ആ പരമമായ ശക്തിയുമായിട്ട് യോഗം വയ്ക്കൂ.
സോ യോഗം എന്നുള്ളതിൻ്റെ പ്രസക്തിയാണ് ഈ കാലഘട്ടത്തെ ഏറ്റവും വലിയ പ്രധാനം. യോഗം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ കണക്ഷൻ വയ്ക്കുക എന്നുള്ളതാണ്. സർവശക്തിവാനായ പരമാത്മാവുമായിട്ട് കണക്ഷൻ വയ്ക്കുക. സോ ആ കണക്ഷൻ വയ്ക്കാൻ ആദ്യം നമുക്ക് നമ്മളെ തിരിച്ചറിയാനുണ്ട്. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പരമാത്മാവിനെ നിങ്ങൾ ഓർമ്മിക്കൂ. ഓർമ്മ എന്ന് പറയുന്നതാണ് ഇവിടെ ഈശ്വരൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള യോഗം എന്നുള്ളത്. സോ പരമാത്മാ നമ്മളെ യോഗം ചെയ്യാൻ പഠിപ്പിച്ചു. അങ്ങനെ ഈശ്വരൻ ആ യോഗ വിദ്യാലയങ്ങൾ, യോഗം പഠിപ്പിക്കാനുള്ള ആത്മീയ വിദ്യാലയങ്ങൾ ആരംഭിക്കുകയും, ഇപ്പം എങ്ങനെയാണോ നമുക്കറിയാം, ഇപ്പോൾ സൂര്യനുണ്ട്, സൂര്യൻ എല്ലാവർക്കും പ്രകാശം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മളെങ്ങനെയാണോ ഒരു സോളാർ പാനൽ വെച്ചുകൊണ്ട് ആ സൂര്യപ്രകാശത്തെ എടുത്തുകൊണ്ട് നമ്മൾ ബാറ്ററിയെ ചാർജ് ചെയ്യുന്നു. ആ ബാറ്ററിയെ ചാർജ് ചെയ്ത് ഇപ്പം നമുക്കറിയാം നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ട് പോലും ആ സൗരോർജ്ജത്താൽ പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആ എനർജി എടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ വീടായാലും നമ്മുടെ നാട്ടിലേക്കും നമുക്ക് ആ പ്രകാശത്തെ, ആ ഊർജ്ജത്തെ എങ്ങനെയാണോ പ്രസരിപ്പിക്കാൻ സാധിക്കുന്നത്, അതുപോലെ തന്നെ പരമാത്മാ നമ്മൾ ഓരോരുത്തരെയും ആ പരമമായ ചൈതന്യത്തിലേക്ക് നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും ഏകാഗ്രമാക്കി ആ പരമശക്തിയെ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ചാർജായിട്ട് ആ ചൈതന്യത്തെ എല്ലാവരിലേക്കും വ്യാപിപ്പിക്കുക. സോ അങ്ങനെ വ്യാപിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വിദ്യാലയങ്ങളാണ്, ആത്മീയ വിദ്യാലയങ്ങളാണ്, അല്ലെങ്കിൽ മെഡിറ്റേഷൻ, ടെമ്പിൾ ഓഫ് മെഡിറ്റേഷൻ, ആത്മീയ ക്ഷേത്രങ്ങൾ, ധ്യാനക്ഷേത്രങ്ങളാണ് നമ്മുടെ ഓരോ വിദ്യാലയങ്ങളും. സോ ഈ ധ്യാനക്ഷേത്രങ്ങളിലേക്ക് നമ്മൾ വരുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വന്ന്, ഈ പ്രദേശത്ത് വന്ന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മുടെ ഓരോരുത്തരുടെയും ആത്മചൈതന്യത്തെ പരിപോഷിക്കാൻ നമുക്ക് സാധിക്കും. സോ അങ്ങനെയുള്ള ഒരു ആത്മീയ വിദ്യാലയത്തിൻ്റെ ഒരു പാഠശാല, ഒരു ധ്യാനക്ഷേത്രം, ഒരു ജ്ഞാനക്ഷേത്രമാണ് ഇന്ന് ഈ കോട്ടായിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സോ ഈ പ്രദേശത്തേക്ക് ആകെ മാനം അതിൻ്റെ ശക്തിയെ, അതിൻ്റെ ഊർജത്തെ, ആ ശാന്തിയെ, ആ സ്നേഹത്തെ വ്യാപിപ്പിക്കാൻ വേണ്ടിയാണ് ഈശ്വരൻ ഇവിടെ പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഒരു പറഞ്ഞ ജൂൺ മാസത്തെ അനേക പ്രത്യേകതകൾ അടങ്ങിയിട്ടുള്ള ഈ ഒരു സുദിനത്തിൽ ഇവിടെ ഇതിൻ്റെ ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഉദ്ഘാടന വേദിയെ അലങ്കരിക്കാനും എത്തിച്ചേർന്നിട്ടുള്ള മഹത് വ്യക്തികളും താങ്കളെല്ലാവരും തന്നെ ചേർന്നുകൊണ്ട് ഈ ഉദ്യമത്തെ എല്ലാവരും തൻ്റെ നല്ല മനസ്സ് നൽകിക്കൊണ്ട്, തൻ്റെ സങ്കല്പങ്ങൾ നൽകിക്കൊണ്ട്, തൻ്റെ എല്ലാവരുടെയും ആ ദിവ്യമായ സാന്നിധ്യം നൽകിക്കൊണ്ട് ഇതിനെ ഏറ്റവും ഭംഗിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ രീതിയിൽ ഈ വിശ്വവിദ്യാലയത്തിൻ്റെ സേവനങ്ങൾ അന്താരാഷ്ട്ര ഐക്യരാഷ്ട്ര സംഘടന തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കി ഈ വിശ്വവിദ്യാലയത്തിന് അന്താരാഷ്ട്ര സംഘടനയിൽ മുഖ്യ ഉപദേശക പദവി നൽകിയിട്ട് ഇതിനെ ആദരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വിശ്വവിദ്യാലയത്തിന് 7ഓളം പീസ് മെസ്സഞ്ചർ അവാർഡുകൾ നൽകി ഈ വിശ്വവിദ്യാലയത്തെ ആദരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വിശ്വവിദ്യാലയത്തിലേക്ക് നൽകുന്ന ഈ സേവനങ്ങളെ സമൂഹത്തിലെ ഓരോ തുറകളിലുമുള്ള വ്യക്തികളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് വിശ്വവിദ്യാലയം നമ്മൾ പല പല വിങ്ങുകളാക്കി തിരിച്ച് യൂത്തിനെ ആകർഷിക്കാൻ, സ്ത്രീകളുടെ സമൂഹത്തെ ആകർഷിക്കാൻ, അതുപോലെ സമൂഹത്തിലുള്ള എല്ലാ തുറയിലുള്ള കർഷകരെ, അതുപോലെ ബിസിനസ്സുകാരെ, അതുപോലെ തന്നെ ഡോക്ടർമാരെ, എഞ്ചിനീയർമാർ, വക്കീലന്മാരെ, കുട്ടികളെ, ഈ സമൂഹത്തിലെ സാഹിത്യ രംഗങ്ങൾ ഉള്ളവരെ, അവരെല്ലാവരെയും നമുക്ക് ഈ ഒരു സമൂഹത്തെ ഒത്തൊരുമിച്ചുകൊണ്ട് ആ നാനാത്വത്തെ വികസിപ്പിച്ചുകൊണ്ട്, നാനാത്വത്തിൽ ആ ഏകത്വം എന്ന് പറയുന്ന ആ മനുഷ്യത്വത്തെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് മനുഷ്യരായി നമുക്കെല്ലാവർക്കും സുഖശാന്തിയോടുകൂടി ജീവിക്കാനുള്ള ആ ഒരു പുതിയ ഒരു ഫോർമുലയാണ് ഈശ്വരൻ നമുക്ക് നൽകി നമ്മളെല്ലാവരെയും ഒരു പുതിയ വഴിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 30 വർഷങ്ങളായിട്ട് എനിക്കും ഈ വിശ്വവിദ്യാലയത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാനുള്ള ഏറ്റവും വലിയൊരു മഹാഭാഗ്യം ലഭിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും താങ്കളെല്ലാവരും ഈ വിശ്വവിദ്യാലയത്തിൻ്റെ ഈ ഒരു മഹാഭാഗ്യത്തെ, പ്രത്യേകിച്ച് കോട്ടായിലുള്ളവർക്കാണ് ഇപ്പോൾ ഇന്നത്തെ ഈ സുദിനത്തിൽ ഇതിൻ്റെ ഒരു മഹാഭാഗ്യം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ടുള്ളവരും ഇവിടെ വരാത്തവർക്കും എല്ലാവർക്കും, നമുക്കെല്ലാവർക്കും ചേർന്നുകൊണ്ട് എല്ലാവരെയും, എല്ലാ ആത്മാക്കളെയും ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക്, ഈ ഒരു ചൈതന്യ ക്ഷേത്രത്തിലേക്ക്, ജ്ഞാനക്ഷേത്രത്തിലേക്ക് നമുക്ക് സങ്കല്പം കൊണ്ട് എല്ലാവർക്കും ആകർഷിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.
ഓം ശാന്തി. ഓം ശാന്തി. കോട്ടായി എന്ന് കേൾക്കുമ്പോൾ തന്നെ വിശ്വപ്രസിദ്ധമായ ചെമ്പൈ ഭാഗവതരുടെ ദിവ്യനാമധേയത്താൽ എല്ലായിടവും അറിയപ്പെടുന്ന ഈ നാടിൻ്റെ സാരഥികളായി സ്റ്റേജിൽ ചെമ്പൈ കുടുംബത്തിൻ്റെ പ്രതിനിധിയുണ്ട്. ബാക്കി എല്ലാ വിശിഷ്ട അതിഥികളായി എത്തിയിരിക്കുന്ന സഹോദരി സഹോദരന്മാർ, എൻ്റെ ആത്മബന്ധുക്കളെ, ഇന്നത്തെ സുദിനം ഈ നാടിന് സർവശക്തിവാൻ പ്രഭു പരമേശ്വരൻ്റെ ദിവ്യ ഉപഹാരമായി, ഗോഡ്ലി ഗിഫ്റ്റായി ഒരു ജ്ഞാന ധ്യാന ക്ഷേത്രം. ഈ ധ്യാനക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന സദസ്സിലെ വേളയിൽ നമ്മളെല്ലാവരും സന്നിഹിതരായിരിക്കുകയാണ്. ഇത് പ്രഭു പ്രസാദമാണ്. നിങ്ങളെല്ലാവരോടും, പ്രത്യേകിച്ചും ഈ നാട്ടിലെ ഓരോ കുടുംബങ്ങൾക്കും നൽകാനുള്ള സന്ദേശം ഇതാണ്. നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം, ഈ ധ്യാന മന്ദിരം, ധ്യാനക്ഷേത്രം, ഈ ജ്ഞാനക്ഷേത്രം പരമേശ്വരൻ എനിക്ക് നൽകിയ പ്രസാദമാണ്. ഒരു ക്ഷേത്രത്തിൽ നമ്മൾ പോകുമ്പോൾ തൊഴുത് പ്രസാദം വാങ്ങാതൊരിക്കലും നമ്മൾ വരാറില്ല. പ്രസാദം വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് തിലകം ചാർത്താതെ, അതിൽ കിട്ടുന്ന പൂക്കളെടുത്ത് ധരിക്കാതെ നമ്മൾ ആ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങാറില്ല. നിങ്ങളുടെ എല്ലാവരുടെയും ജന്മജന്മാന്തരങ്ങളിലെ ഭക്തിക്ക്, പൂജയ്ക്ക്, തപത്തിന്, ജപത്തിന്, യജ്ഞങ്ങൾക്ക്, അന്വേഷണങ്ങൾക്ക്, എല്ലാറ്റിനും ഫലമായി നമുക്കെല്ലാവർക്കും വേണ്ടി സർവശക്തിവാൻ പ്രഭു ഈ ഭൂമിയിൽ വന്ന് കഴിഞ്ഞ 88 വർഷമായി പ്രഭു പ്രസാദ വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രസാദ വിതരണത്തിൻ്റെ ഭാഗമായി വർഷങ്ങൾക്ക് മുൻപ് ഈ നാട്ടിൽ, എനിക്ക് തോന്നുന്നു 2000 വർഷങ്ങളിൽ, 2000 ആണ്ടിൽ ഈ നാടിൻ്റെ പല ഭാഗത്തും ഈശ്വരീയ സേവനങ്ങൾ നടന്നിട്ടുണ്ട്. ഈ പ്രദേശത്ത് മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും, സിസ്റ്റർക്ക് തന്നെ ഓർമ്മയുണ്ട്, മിക്ക ക്ഷേത്രങ്ങളിലും പ്രഭാഷണത്തിന് വരാനുള്ള സൗഭാഗ്യം ഭഗവാൻ തന്നിട്ടുണ്ട്. നിങ്ങളിലെ പലരെയും കാണാനും സർവേശ്വരൻ്റെ കാര്യങ്ങൾ പങ്കുവയ്ക്കാനും പറ്റിയിട്ടുണ്ട്. അതിനുശേഷം 2008 ലക്ഷ്മി മാതാജി ഇവിടെ നിന്ന് കൽപ്പാത്തിയിൽ വന്ന് ജ്ഞാനം കേൾക്കുകയും ലക്ഷ്മി ടീച്ചറ് ഇവിടെ നിന്ന് ജ്ഞാനമാർഗത്തിലേക്ക് വന്ന് നിത്യ സത്സംഗം കേൾക്കാൻ ഇത്രയും ദൂരം സഞ്ചരിച്ച് വന്ന് ക്ലാസ് കേട്ട് മെഡിറ്റേഷൻ ചെയ്ത്, അതിനുശേഷം പ്രേമലീല മാജി മാഷവരുടെ വീട്ടിൽ തന്നെ ക്ലാസ്, NSSൻ്റെ ഹാളിലെ ക്ലാസ്, ധാരാളം പല ഭാഗങ്ങളിലിവിടെ രാജയോഗ മെഡിറ്റേഷൻ്റെ കോഴ്സുകൾ പലതവണ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ നാട്ടിൽ ഈശ്വരീയ സേവനത്തിൻ്റെ വിത്തുകൾ വർഷങ്ങൾക്ക് മുമ്പേ ഭഗവാൻ വിതച്ചിരുന്നു. ഇന്ന് ആ വിതയ്ക്കപ്പെട്ട വിത്തുകൾ അതിൻ്റെ എല്ലാം ഫലമായി സ്വയം പ്രഭു ഭഗവാന് തോന്നിയിട്ടുണ്ടാവണം, എൻ്റെ മക്കൾക്ക് ഒരു സ്ഥിരം കേന്ദ്രം, എന്നെ ഓർമ്മിക്കാൻ, പരമേശ്വരനെ സ്മരിക്കാൻ, ഓർമ്മിക്കാൻ വേണ്ടി മാത്രം, ധ്യാനിക്കാൻ വേണ്ടി മാത്രം, ഭഗവാന്റെ സദ്വചനങ്ങൾ, സദ്ഗുരുവിൻ്റെ മഹാമന്ത്രം കേൾക്കാൻ ഒരു സത്സംഗ ഭവനം എൻ്റെ മക്കൾക്ക് ഈ നാട്ടിൽ വേണം. കാരണം നമ്മളെല്ലാവരും നമുക്ക് വേണ്ടി വീടുണ്ടാക്കും,
സ്കൂളുണ്ടാക്കാറുണ്ട്, ഒരു നാട്ടിലൊരു ഹോസ്പിറ്റൽ കിട്ടാറുണ്ട്. പക്ഷേ ധ്യാനിക്കാൻ ഒരിടം എന്ന് പറഞ്ഞ് നമ്മൾ കിട്ടാറില്ല. അതുകൊണ്ട് പരമേശ്വരൻ സ്വയം നമുക്കായി ഈ പ്രസാദം തന്നിരിക്കുകയാണ്. ഒരു ഹോസ്പിറ്റലിൻ്റെ ആവശ്യം, ഒരു സ്കൂളിൻ്റെ ആവശ്യം ഒരു നാട്ടിൽ എന്താണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഒരു വീടിൻ്റെ ആവശ്യം നമുക്കെല്ലാവർക്കും എന്താണെന്ന് നിങ്ങൾക്കറിയാം. വീട്, ഒരു കുടുംബം, ഇമ്പത്തോടെ ജീവിക്കാൻ ഒരിടം, അച്ഛനും അമ്മയും മക്കളും ചേർന്നുള്ള ഒരു ഇമ്പം, സുഖവും ശാന്തിയും സന്തോഷത്തോടും കൂടിയ ഒരു ഭവനം. അപ്പോഴാണ് അതിന് വീടെന്ന് പറയണത്. ഇന്ന് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് പ്രഭു പരമേശ്വരൻ്റെ വീടാണ്. അതുകൊണ്ട് ഇത് നമ്മുടെ എല്ലാവരുടെയും വീടാണ്. കാരണം നമ്മളെല്ലാം ഭഗവാന്റെ മക്കളാണ്. അതാണ് ഈ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലൂടെ പരംപിത പരമാത്മ നമ്മളെല്ലാം പഠിപ്പിച്ച ആദ്യ പാഠം. മക്കളെ, നിങ്ങളീ കാണുന്ന നശിക്കുന്ന ദേഹമല്ല, ഇത് നശ്വരമാണ്. പക്ഷേ ഈ ശരീരത്തിനുള്ളിൽ ഒരു അനശ്വര ചൈതന്യമുണ്ട്. നിങ്ങൾ ആ അനശ്വര ചൈതന്യമാണ്. നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നത് വരെ ഞാൻ 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 എന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് ബഹളുണ്ടാക്കി, ഈഗോയുടെ മേലെ ഈഗോ, ഞാൻ ഹിന്ദുവാണ്, ഞാൻ കമ്മ്യൂണിസ്റ്റാണ്, ഞാൻ കോൺഗ്രസ്സാണ്, ഞാൻ എൻജിനീയറാണ്, ഞാൻ ഡോക്ടറാണ്, ഞാൻ പ്രസിഡൻ്റാണ്, ഞാൻ സെക്രട്ടറിയാണ്, ഞാൻ സുന്ദരനാണ്, ഞാൻ സുന്ദരിയാണ്. നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ രാവിലെ മുതലുള്ള ഞാൻ 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 എന്ന ആട് കരയും പോലെയുള്ള ഞാൻ ഞാൻ വിളികളുണ്ടാക്കിയ ഈഗോ എത്ര കൂടുതലാണോ ഈഗോ, അത്രയും കൂടുതലാണ് നമുക്ക് ജീവിതത്തിലെ സംഘർഷം, സങ്കീർണത. അത്ര കൂടുതലാണ് നമുക്ക് സങ്കടങ്ങൾ, അത്ര കൂടുതലാണ് നമുക്ക് ആധി. അതുകൊണ്ട് ഭഗവാൻ പറയണേ, സർവാധി ആദി വ്യാധിക്ക് കാരണമാക്കും. വ്യാധി വന്ന ഹോസ്പിറ്റലിൽ പോയേ മതിയാവുള്ളൂ. അതുകൊണ്ട് ഭഗവാൻ പറയണ, മക്കളെ, നിങ്ങൾ ഈ വിശ്വത്തിൻ്റെ ഏത് കോണിലാണ് ജീവിക്കണതെങ്കിലും നിങ്ങൾ സിമൻറ്റും ഇഷ്ടികയും കോൺക്രീറ്റ് കൊണ്ടൊരു കൊട്ടാരം ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ ജീവിച്ചതുകൊണ്ടത് വീടാവില്ല. അതൊരു കെട്ടിടമേ ആകുള്ളൂ. അതൊരു വീടാവണമെങ്കിൽ എന്ത് വേണം? ആ വീടിനുള്ളിൽ ജീവിക്കുന്നവർ, ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ പണ്ടത്തെ ട്രഡീഷണൽ സ്റ്റൈലിലുള്ള വീടുകൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട് പലരും. 4 കെട്ട് മോഡൽ മാത്രം നമുക്ക് 4 കെട്ടായാൽ പോരല്ലോ. ആ വീട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ 4 പേരുണ്ടെങ്കിൽ, ഇപ്പം മിക്ക വീട്ടിലും 2 ആളേ ഉണ്ടാവുള്ളൂ, അച്ഛനും അമ്മയും. മക്കളും മരുമക്കളും ഒക്കെ വേറെയാണ്, അല്ലെങ്കിൽ പഠിക്കാനായിട്ട് ദൂരെയാണ്, ജോലിക്ക് ദൂരെയാണ്, അല്ലേ? നമ്മളൊരു വീട്ടിൽ 3 4 പേരുണ്ടെങ്കിൽ ഭഗവാൻ പറയുന്നത് അതൊരു കുടുംബമാകണമെങ്കിൽ, ഇപ്പോൾ വീട് മാത്രമല്ല, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ പോലും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്, ഒരു ഫാക്ടറി ആണെങ്കിൽ പോലും ഇത് ഞങ്ങളുടെ ഫാമിലി എന്നുള്ളൊരു അപ്രോച്ചാണ്. രാഷ്ട്രീയ സംഘടനകളിൽ പോലും അങ്ങനെ പറയാം, ഞങ്ങളുടെ ഫാമിലി. കോൺഗ്രസ് ഫാമിലി, കമ്മ്യൂണിസ്റ്റ് ഫാമിലി, BJP ഫാമിലി, NSS ഫാമിലി, SNDP ഫാമിലി. ഫാക്ടറിയിൽ എന്താ പറയണേ? ഇപ്പോൾ ആര്യവൈദ്യ ഫാർമസി, AVP ഫാമിലി. അവരുടെ പല പ്രോഗ്രാമുകൾക്കും സിസ്റ്റർ പോയിട്ട് അവർ അങ്ങനെയാണ് പറയാം. സ്ഥാപനം എന്നല്ല പറയണേ, സ്ഥാപനങ്ങളിൽ പോലും ഫാമിലി അറ്റ്മോസ്ഫിയർ, ഒരു കുടുംബ അന്തരീക്ഷം, ആ ഒരു മനോഭാവം എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാകുമ്പോൾ മാത്രമേ അവിടെ ഒരു നല്ല രീതിയിൽ ആ സ്ഥാപനം മുന്നോട്ട് പോകുള്ളൂ എന്നുള്ള ലേറ്റസ്റ്റ് അപ്രോച്ച് സംഘടനകളിലും ഫാക്ടറികളിലും സ്ഥാപനങ്ങളിലും സർവ്വമേഖലകളിലും വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ നമ്മുടെ വീടുകളിൽ പോലും പക്ഷേ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കണം? വീടുകൾ ഓഫീസായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. വീട് സ്ഥാപനം പോലെയുള്ള അവസ്ഥയിലേക്ക്, അങ്ങനെ ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ഭഗവാൻ നമുക്ക് കുട്ടികൾക്ക് ഈ ഭവനം തന്നിട്ട് ഭഗവാൻ പറയണ, മക്കളെ, കുടുംബമാകണമെങ്കിൽ എന്ത് വേണം? അവിടെ ഇമ്പത്തോടെ ജീവിക്കും, പരസ്പര സുഖശാന്തി കൊടുക്കുന്നവരാക്കും. അതിനാണ് നിങ്ങളൊരു വിവാഹം കഴിച്ചത്. വിവാഹത്തിന് മറ്റൊരു പേരുണ്ടല്ലോ, കല്യാണം, മംഗളം, പരസ്പര മംഗളത്തിനായി,
സ്വമംഗളത്തിനും ജനമംഗളത്തിനും കുടുംബമംഗളത്തിനുമാണ് നിങ്ങളൊരു ബന്ധം ഉണ്ടാക്കിയത്. അതൊരു അച്ഛനമ്മ ബന്ധമാണെങ്കിലും മകൻ മകൾ ബന്ധമാണെങ്കിലും ആങ്ങള പെങ്ങളെ ബന്ധമാണെങ്കിലും ഏത് ബന്ധങ്ങളും മംഗളത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ മാത്രമേ അതൊരു കുടുംബമാകൂ. അപ്പോൾ മാത്രമേ ഇവിടെ സുഖശാന്തി ഉണ്ടാകുള്ളൂ. ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലൂടെ 88 വർഷം കൊണ്ട് പരമേശ്വരൻ നമ്മളെ പഠിപ്പിക്കുന്നത്, നിങ്ങൾ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും ലോകത്തിലെ എവിടെയൊക്കെ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് ഉണ്ടോ, നിങ്ങളിവിടെ ഇരിക്കുന്ന സ്റ്റേജിലിരിക്കുന്നവരും താഴെ ഇരിക്കുന്നവരും സിസ്റ്റർക്കറിയാം, നിങ്ങൾ പല കൂട്ടായ്മകളിലും പല അസോസിയേഷനിലും പ്രവർത്തിക്കുന്ന ഈ നാടിൻ്റെ നായകരാണ്. നമ്മൾ ഏതെല്ലാം അസോസിയേഷനിൽ മെമ്പേഴ്സാണെങ്കിലും പ്രസിഡൻ്റ് ആണെങ്കിലും സെക്രട്ടറി ആണെങ്കിലും നമ്മൾ അസോസിയേറ്റഡ് ആകുന്നത് ചേർന്ന് പോകുമ്പോഴും ചേർത്ത് കൊണ്ടുപോകുമ്പോഴുമാണ്. ചേർന്ന് പോകുമ്പോഴും ചേർത്ത് കൊണ്ടുപോകുമ്പോഴും മാത്രമാണ്. ചേർന്ന് പോകാനും ചേർത്ത് കൊണ്ടുപോകാനും അത് നിയമങ്ങൾ കൊണ്ട് പറ്റില്ല. ഒരു ചട്ടം എവിടെ ഉണ്ടാവും? ഒരു കുടുംബത്തിന് ഒരു ചട്ടമുണ്ട്, ഒരു മര്യാദയുണ്ട്, കുടുംബ മര്യാദ, സമൂഹ മര്യാദ. ഈ ഒരു ചെറിയൊരു സ്ഥാപനം തുടങ്ങിയാലും അവിടെ ആദ്യം ഒരു ഡിസിപ്ലിൻ, ഒരു ലോ ആൻഡ് ഓർഡർ ഉണ്ടാക്കും, ഡൂസ് ആൻഡ് ഡോസൻസ് ഉണ്ടാവും. പക്ഷേ ആ നിയമം പോലും വർക്കൗട്ട് ആകുന്നത് എപ്പോൾ മാത്രമാണ്? ലവ് ആൻഡ് ലോ എന്നാ പറയുക. ഭഗവാൻ പറയണേ, ലവിൽ പൊതിഞ്ഞ ലോ കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് നിയമം പോലും നടപ്പാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് വേണ്ടത് സ്നേഹം വെറുതെ വരില്ല. ഇതുവരെ നമ്മൾ ഈഗോയിസ്റ്റിക് ആണോ സ്നേഹിക്കണമെന്ന് വിചാരിച്ചപ്പോഴും ഈഗോ ക്ലാഷ് ആയിക്കൊണ്ടിരിക്കും, ഹർട്ടായിക്കൊണ്ടിരിക്കും. അപമാനത്തിൻ്റെ അഭിമാനത്തിൻ്റെ ഫീലിംഗ്, ഞാൻ എന്നോടങ്ങനെ പറഞ്ഞു, എന്നോടിത് ചെയ്തു, എൻ്റെ ഭാര്യ ഇങ്ങനെ ചെയ്തു, എൻ്റെ ഭർത്താവ് എന്നോടിത് ചെയ്തു, എൻ്റെ മോൻ ഇങ്ങനെ, എനിക്ക് താങ്ങാൻ പറ്റില്ല. ഞാൻ എൻ്റെ ഈ രണ്ട് ഭാവം നമ്മുടെ ഉള്ളിലുണ്ടാക്കുന്ന ഈഗോയുടെ കുപ്പായങ്ങളാണ് എല്ലാ തരത്തിലുള്ള സംഘർഷങ്ങളും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സിസ്റ്റർക്ക് അനുഭവമായത് കഴിഞ്ഞ 30 വർഷങ്ങളായിട്ട് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ നമ്മൾ ഓരോ ദിവസവും ഇവിടെ നിത്യ സത്സംഗമുണ്ട്. ഡെയിലി ഭഗവാന്റെ മഹാവാക്യങ്ങൾ നമുക്കിവിടെ കേൾക്കാം. അതുകൊണ്ടാണ് ഇതിനെ വിദ്യാലയം എന്ന് പറയാൻ കാരണം. ഈശ്വരീയ വിശ്വവിദ്യ, ഈശ്വരനാൽ ആരംഭിച്ച, മുഴുവൻ വിശ്വത്തിന് വേണ്ടി ആരംഭിച്ച വിദ്യാലയമാണ്. ഇവിടെ ഒരു ഹോളിഡേയും ഇല്ല. മറ്റ് സ്കൂളിൽ നമുക്ക് 2 മാസം ഹോളിഡേ, കലണ്ടറിലെ ഹോളിഡേയ്സ് എല്ലാം അവൈലബിളാണ്. പക്ഷേ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ ഭഗവാൻ നമ്മളെല്ലാം ഹോളിയാക്കാൻ, പവിത്രമാക്കാൻ, മനസ്സാ വാച കർമ്മണ ശുദ്ധമായ ഒരു ജീവിതം ജീവിക്കാൻ പഠിപ്പിക്കുകയാണ്. അപ്പം ആ പരിശുദ്ധമായ ജീവിതം രാവിലെ കണ്ണു തുറക്കുമ്പോൾ മുതൽ ദൃഷ്ടി, വൃത്തി, കൃതി, മനസ്സാ വാച കർമ്മണ, ശരീരം, മനസ്സ്, ധനം, സമയം, നമ്മുടെ സമ്പർക്കം, നമ്മുടെ കഴിവുകൾ, ഇതിനെയെല്ലാം ഏറ്റവും പരിശുദ്ധമായിട്ട് സത്യതയും ശുദ്ധിയിലും അടിത്തറ ഉറപ്പിച്ചുകൊണ്ടൊരു ജീവിതം ജീവിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുകയാണ്. അപ്പം മാത്രമേ, ആ ക്ലീനിങ്ങിലൂടെ മാത്രമേ നമ്മുടെ ഉള്ളിലെ ഈഗോ പോവുള്ളൂ. ഈഗോ എന്നല്ലേ പറയാം. ഈ യുഗത്തിലാണ് നമ്മളെല്ലാം. ഈ ബിസിനസ്, ഈ എഡ്യൂക്കേഷൻ, ഈ ബാങ്കിങ്, ഈ ഗവേണൻസ് എല്ലാം ഈ ആണ്. ഇലക്ട്രോണിക് യുഗത്തിലാണ്, എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ലോകത്തിൽ ഈ ആണ്. അതുപോലെ നമുക്ക് ഈഗോ ആകണം. നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ കിടക്കുന്ന ഈഗോ, അഹംഭാവം, അഹങ്കാരം, അതിനെ ഓടിച്ചു കളയണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അതിനുവേണ്ടി ഈശ്വരൻ ആരംഭിച്ചിരിക്കുന്ന ഈ ഇലക്ട്രോണിക് യുഗത്തിൽ സ്വയം സർവശക്തിവാൻ വന്ന് ആരംഭിച്ചിരിക്കുന്ന, നമുക്കെല്ലാവർക്കും വേണ്ടി ആരംഭിച്ചിരിക്കുന്ന ഈഗോ കളയാനുള്ള ഒരു സ്ഥാനം, ഒരു വിദ്യ, അതാണ് രാജയോഗത്തിൻ്റെ വിദ്യ. രാജയോഗത്തിൻ്റെ വിദ്യ. അതിലൂടെയാണ് നമ്മുടെ ചിന്തകളിലും വാക്കിലും മധുരം വരുള്ളൂ. നിങ്ങൾ നമ്മുടെ ഇന്നത്തെ ഇന്ത്യ എന്ന ഈ മഹാരാജ്യത്തിൻ്റെ രാഷ്ട്രപതിയെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആദരണീയായ മുർമുജി
ദ്രൗപദി മുർമുജി നാരീശക്തിയുടെ അവതാരമായി ഇന്ന് ഈ നാടിൻ്റെ നായകത്വം ഭരണചക്രം തിരിക്കുമ്പോൾ ആദരണീയ രാഷ്ട്രപതിയുടെ സംസാരം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പലപ്പോഴും, സ്പീച്ചുകൾ. ആ വാക്കുകളിലെ മാധുര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വലിയ വലിയ കാര്യങ്ങൾ പറയും. പക്ഷേ ആ വാക്കുകളിലെ സ്നേഹവും മാധുര്യവും, ആ മധുരത, ആ സ്വീറ്റ്നെസ്, അത് രാജയോഗത്തിൻ്റെ വിദ്യയിലൂടെ ഉണ്ടാക്കിയെടുത്തതാണ്. ഇന്നും നിത്യേന രാവിലെ 3:30 എഴുന്നേറ്റ് രാജയോഗ മെഡിറ്റേഷനോട് കൂടിയിട്ടാണ് ആദരണീയ മുർമുജി രാഷ്ട്രപതി ഭവനിൽ തൻ്റെ ഒരു ദിവസം ആരംഭിക്കുന്നത്. അതിൽ നിന്ന് നിങ്ങൾ ആലോചിക്കണം. പറഞ്ഞിരുന്നു, ആദരണീയ രാഷ്ട്രപതി, ഞാൻ എത്ര ലേറ്റായിട്ട് പോയി കിടന്നാലും ഒരു ദിവസം പോലും ഞാൻ രാജയോഗ മെഡിറ്റേഷൻ മുടക്കാറില്ല. ബ്രഹ്മമുഹൂർത്തത്തിൽ രാവിലെ 3:30 ഞാൻ ഡെയിലി എഴുന്നേക്കും. 4 തൊട്ട് 4:45 വരെ വിശ്വമെമ്പാടുമുള്ള ബ്രഹ്മകുമാർ കുമാരിമാർ, ലക്ഷക്കണക്കിന് നിങ്ങളെപ്പോലെയുള്ള 20 ലക്ഷത്തിലധികം കുടുംബങ്ങൾ രാവിലെ 4 തൊട്ട് 4:45 വരെയുള്ള സമയം വിശ്വത്തിൻ്റെ കോണുകോണുകളിൽ അവനവൻ്റെ വീട്ടിൽ ഉണർന്നിരുന്ന് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ആ മെഡിറ്റേഷൻ്റെ ധ്യാനം നമുക്ക് നൽകുന്ന ശക്തിയും ശുദ്ധിയും അത് നമ്മുടെ തല മുതൽ കാൽവിരൽ തുമ്പ് വരെ ക്ലീൻ ചെയ്യും, ശുദ്ധീകരിക്കും, ശാക്തീകരിക്കും. അത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ആരോഗ്യം നൽകും. അത് നമുക്ക് നമ്മുടെ വൈകാരിക പരിപക്വത ഉണ്ടാക്കിയെടുക്കും. അപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന കാമത്തിൻ്റെ, ക്രോധത്തിൻ്റെ, ലോഭത്തിൻ്റെ, മോഹത്തിൻ്റെ, അഹങ്കാരത്തിൻ്റെ, അസൂയയുടെ, പകയുടെ, വിദ്വേഷത്തിൻ്റെ, മതമത്സര്യങ്ങളുടെ, അശ്രദ്ധയുടെ, ആലസ്യത്തിൻ്റെ എല്ലാ ദുര്യോധനാദികൾ നമ്മൾ പറയുമല്ലോ, ദുശീലങ്ങൾ ഉള്ളവരാണ് ദുര്യോധനാദികൾ. നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ കിടക്കുന്ന എല്ലാ ദുശീലങ്ങളും ദുർവികാരങ്ങളും ദുസ്വഭാവങ്ങളുടെയും ക്ലീനിങ്ങിനുള്ള ഒരു വിദ്യാലയം, അതിനുവേണ്ടി ഒരു പരിധിയില്ലാത്ത അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു വാഷിംഗ് മെഷീൻ്റെ ജോലിയാണ് ഈ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലൂടെ നടക്കണേ. പരമാത്മാവിൻ്റെ മുന്നിൽ നമ്മൾ വന്നിരിക്കുമ്പോൾ നിത്യസത്സംഗത്തിലൂടെ അങ്ങനെ ഒരു ക്ലീനിങ്ങും ശാക്തീകരണവും ഉണ്ടാവും. ക്ലീനിങ് മാത്രം പോരാ, ശക്തി വേണം. തെറ്റ് ചെയ്യാതിരിക്കാനും ശക്തി വേണം. നമുക്കാർക്കും അറിയാഞ്ഞിട്ടല്ല, ദേഷ്യപ്പെടാൻ പാടില്ല. നമുക്കെല്ലാവർക്കും അറിയാം, ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കിൻ്റെ എല്ലാം കാരണം, ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയും എല്ലാം കാരണം നമ്മുടെ തന്നെ തെറ്റായ സ്വഭാവശീലങ്ങളാണെന്ന് അറിയാത്തതാരാ? പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഫോണ് കയ്യിലിരിക്കുന്നതുകൊണ്ട് നീക്കി എല്ലാത്തിൻ്റെ പ്ലസ് മൈനസ്, നമ്മൾ കഴിക്കുന്ന മരുന്നുകളുടെ പോലും പ്ലസ് മൈനസ് കണ്ടുപിടിച്ച് മിടുക്കരെന്ന് അഭിമാനിക്കുന്ന, അഹങ്കരിക്കുന്ന നമുക്ക് അറിവില്ലായ്മയില്ല. പക്ഷേ അറിഞ്ഞതുപോലെ ജീവിക്കാനുള്ള ശക്തിയാണില്ലാത്തത്. നമുക്കാർക്കും അറിയാത്തത് കള്ളം പറയാൻ പാടില്ല. ആർക്കും അറിയാത്തത് തെറ്റായ മാർഗത്തിൽ പോകാൻ പാടില്ല, കള്ളുകുടിക്കാൻ പാടില്ല, ആർക്കും അറിയാത്തത് പുകവലിക്കാൻ പാടില്ല, ആർക്കും അറിയാത്തത് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ല, ആർക്കും അറിയാത്തത്. അറിവിൻ്റെ കുറവില്ല. കുഞ്ഞുനാൾ മുതൽ സത്യമേവ ജയതേ, അതാണല്ലോ നമ്മുടെ രാജ്യമുദ്രയിൽ ഭാരതത്തിൻ്റെ മുദ്രാവാക്യമാണ്, നമ്മുടെ ജീവിത മന്ത്രമാണ്. അതിലൂടെയാണ് നമ്മുടെ പൂർവികർ നമ്മളെ വളർത്തിയത്. പക്ഷേ അറിയാമെങ്കിലും രാവിലെ മുതൽ വൈകുന്നവരെ നമ്മുടെ ഒരു ദിവസത്തിൻ്റെ ദിനചര്യ മാത്രം, ഇന്നലത്തെ ഒരു ദിവസം മാത്രം നമ്മൾ തിരിഞ്ഞു നോക്കൂ. അറിഞ്ഞോ അറിയാതെയോ ഏതെല്ലാം മൈനസുകൾ നമ്മളിൽ നിന്ന് ചെറുതും വലുതുമായി സംഭവിക്കുന്നുണ്ട്. ഇന്നലത്തെ മാത്രം നമ്മുടെ ചാർട്ട്, നമ്മുടെ പ്രോഗ്രസ് കാർഡ്, നമ്മുടെ മക്കളുടെയൊക്കെ പ്രോഗ്രസ് കാർഡ് ഒപ്പിടും. അവരോടൊക്കെ ശബ്ദം ഉണ്ടാക്കും, എന്താ ഫുള്ള് മാർക്ക് വാങ്ങാഞ്ഞേ? ഡെയിലി രാത്രി ഉറങ്ങണതിന് മുമ്പ് നമ്മളെല്ലാം നമ്മുടെ അന്നന്നത്തെ പ്രോഗ്രസ് കാർഡൊന്ന് നോക്കണം. എത്ര മാർക്കുണ്ട്? എനിക്ക് മാർക്കിടുകയാണെങ്കിൽ, എനിക്ക് മാർക്കിട്ടാൽ ഉള്ളുകൊണ്ട് എനിക്ക് മാർക്കിട്ടാൽ എന്തൊക്കെ പാടില്ല എന്ന് നമ്മൾ മറ്റുള്ളവരോട് പറയുന്നു. ആരൊക്കെ നമ്മളോട് എങ്ങനെയൊക്കെ പെരുമാറാൻ പാടില്ല എന്ന് നമ്മൾ വിചാരിക്കണോ? ആരൊക്കെ എന്നെ കണ്ടാലും ചിരിക്കണം, ബഹുമാനിക്കണം.
എന്തെല്ലാം ഡിമാൻഡ് നമ്മുടെ കയ്യിലുണ്ട്. എൻ്റെ ഭാര്യ എന്നോട് എങ്ങനെ പെരുമാറണം, എൻ്റെ ഭർത്താവ് എന്നോട് എങ്ങനെ പെരുമാറണം, എൻ്റെ മോനെങ്ങനെ എന്നോട് പെരുമാറണം. ഞാനൊരു വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ആ വണ്ടിയിലേക്ക് കയറുമ്പോൾ കിളി മുതൽ എന്നോട് എങ്ങനെ പെരുമാറണം. ഞാനൊരു സ്ഥലത്തൊരു ഓഫീസിൽ പോകുമ്പോൾ അവിടെ ഓരോ ചെയറിലിരിക്കുന്നവർ എന്നോട് എങ്ങനെ പെരുമാറണം. നമുക്ക് ഓരോരുത്തരുടെയും വലിയ ഒരു ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ എന്നെക്കുറിച്ച് എല്ലാവരും വിചാരിക്കില്ലേ? ഞാൻ എല്ലാവരും എന്നെ എങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നു, ഞാൻ രാവിലെ മുതൽ വൈകുന്നത് വരെ ഞാനതായിരുന്നു. എനിക്കിന്ന് മാർക്കിടുകയാണെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഡെയിലി ഇത്രയെങ്കിലും നമ്മൾ നമ്മുടെ ചാർട്ട് ചെക്കിങ് പ്രോഗ്രസ് കാർഡ് ഒന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ പാസ്ബുക്കിൽ എത്ര ഡെപ്പോസിറ്റ് ഉണ്ട്, ഇന്നുകളിലേക്കും നാളത്തേക്കും. കാരണം ഇന്ന് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് മാത്രമേ നാളെ എനിക്ക് വിഡ്രോ ചെയ്ത് കഴിക്കാൻ പറ്റൂ. അതുകൊണ്ട് ഈ ഈശ്വരി വിശ്വവിദ്യാലയത്തിൽ 88 വർഷം കൊണ്ട് ഭഗവാൻ പഠിപ്പിക്കുന്നത് ഇതാണ്: ചെക്ക്, ചേഞ്ച് ആൻഡ് ഡെപ്പോസിറ്റ്. ചെക്ക് ചെയ്യൂ മക്കളെ. മറ്റുള്ളവരെ അല്ല ചെക്ക് ചെയ്യേണ്ടത് നിങ്ങൾ. ഈ 2 കണ്ണിൻ്റെ ഒരു ദോഷം അതാണല്ലോ. മറ്റുള്ളവരെയൊക്കെ വേഗം ചെക്ക് ചെയ്യും, എല്ലാവർക്കും മാർക്കിടും, നമ്മൾ ജഡ്ജ് ചെയ്യും. അവർ പറഞ്ഞത് ശരിയില്ല, അവരെങ്ങനെ കാണിച്ചത് ശരിയില്ല, എന്നാലും എൻ്റെ അമ്മായിയമ്മ എങ്ങനെ ചെയ്തത് ശരിയില്ല, എൻ്റെ മരുമോളെ പെരുമാറിയത് ശരിയില്ല. എല്ലാവർക്കും നമ്മൾ വലിയ വലിയ സ്റ്റേറ്റ്മെൻ്റ് ഇറുണ്ട്. ആ കൗൺസിലറേ ശരിയില്ല, ആ പ്രസിഡൻ്റേ ശരിയില്ല. പക്ഷെ നമുക്ക് മാർക്കിടുകയാണെങ്കിൽ എനിക്ക് എത്ര മാർക്കിടും? ആത്മാർത്ഥമായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ഹൃദയത്തിൽ കൈവച്ച് മാർക്കിട്ടാൽ എത്ര ഡെപ്പോസിറ്റ്. ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് രാത്രി സ്വസ്ഥമായി ഇരുന്ന് കിടക്കയിൽ പോയി ഒരു 10 മിനിറ്റ് സ്വയം സാക്ഷിയിട്ടിരുന്നൊരു ഡയറിയും പെന്നും എടുത്ത് ഇന്ന് ഈ ഹോംവർക്ക് ചെയ്ത് നോക്കൂ. ഓർമ്മ വെച്ച നാൾ മുതൽ ഇന്ന് വരെയുള്ള യാത്രയിൽ എനിക്ക് എത്ര ഡെപ്പോസിറ്റ് ഉണ്ടാക്കാൻ പറ്റി, എത്ര പ്ലസ് ഉണ്ട്, എത്ര മൈനസ് ഉണ്ട്. ഈ ഇരുമുടിക്കെട്ടിൽ എന്താ വീണിരിക്കണേ? പ്ലസ് എത്ര, മൈനസ് എത്ര? ഭഗവാൻ ഈശ്വരി വിശ്വവിദ്യാലയത്തിൽ പറയണ മക്കളെ, ഡെയിലി ഉറങ്ങുന്നതിന് മുമ്പ് ഈ ചെക്കിങ് ചെയ്യൂ, ചാർട്ട് നോട്ട് ചെയ്യൂ, ചേഞ്ച് ചെയ്യൂ. രാത്രി മാത്രം നോക്കിയാൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, അപ്പോഴേക്കും ഒരു ദിവസം പോവും. ചേഞ്ച് നാളെ ഉണ്ടാക്കാൻ പറ്റൂ. അതുകൊണ്ട് ഭഗവാൻ പറയണത് എല്ലാ ഒരു മണിക്കൂറിലും ഓടി നടക്കുമ്പോൾ ഇന്ന് മുതൽ നമുക്കിതെല്ലാവർക്കും ആരംഭിക്കാം. മെഡിറ്റേഷൻ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, ഒരു കൊച്ചു കുഞ്ഞിന് വരെ ചെയ്യാം. ഇന്ത്യൻ പ്രസിഡൻറ്റിന് ചെയ്യാമെങ്കിൽ നമുക്കാർക്കാ ചെയ്യാൻ പറ്റാത്ത? നമുക്ക് ആദ്യത്തെ കാര്യം അതല്ലേ നമ്മൾ പറയണേ. നമുക്കിതിനൊന്നും സമയമില്ല. നിങ്ങൾ ആലോചിക്കണം, ഏറ്റവും ബിസിയായിട്ടുള്ള ഇന്ത്യയുടെ ഭരണചക്രം തിരിക്കുന്ന രാഷ്ട്രപതിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ, മിസ് ചെയ്യാതെ ചെയ്യാൻ പറ്റുമെങ്കിൽ, നമുക്കെല്ലാവർക്കും തീർച്ചയായും ചെയ്യാൻ പറ്റും. എല്ലാ ഒരു മണിക്കൂറിലും 1 മിനിറ്റ്, ജസ്റ്റ് എ മിനിറ്റ് ഓർമ്മയിൽ വെച്ചാൽ മതി. ജാം കഴിക്കാൻ നമുക്കെല്ലാം ഇഷ്ടമാണല്ലോ. JAM, ജസ്റ്റ് എ മിനിറ്റ്. എല്ലാ 1 അവറിലും ഞാൻ എന്നെ ഓർമ്മിപ്പിക്കുക. ഞാൻ എന്നോട് പറയാം, ഹലോ മീന, ജസ്റ്റ് എ മിനിറ്റ്, സ്റ്റോപ്പ്, ചെക്ക്, ചേഞ്ച്. ഇത്രേ ആവശ്യമുള്ളൂ. സ്റ്റോപ്പ്, ചെക്ക്, ചേഞ്ച്. ഇതിൻ്റെ പേരാണ് മെഡിറ്റേഷൻ. ഇത് ചെയ്യാൻ പറ്റൂ. കഴിഞ്ഞ 59 മിനിറ്റ് ഓരോ 1 അവറിലും 1 മിനിറ്റ് നമ്മൾ നമുക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ, ആ ഡെഡിക്കേഷൻ, ആ സമർപ്പണം നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിനുള്ള ഡെഡിക്കേഷനായി മാറും. അതാണ് മെഡിറ്റേഷൻ. ഡെഡിക്കേഷനാണ് മെഡിറ്റേഷൻ. മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരു ആത്മാവിനെ, ഒരു വ്യക്തിക്ക് ഡെഡിക്കേറ്റഡ് ആയിരിക്കാൻ പറ്റും. അർപ്പണബോധത്തോടെ ഒരു കർമ്മം ചെയ്യാൻ പറ്റും. സോ മെഡിറ്റേഷൻ ഈസ് നത്തിങ് ബട്ട് ഞാൻ എന്നെ നോക്കുക. ഹലോ മീന, ആർ യു റൈറ്റ്? ഓരോ തോട്ടും എന്തെൻ്റെ മനസ്സിൽ നടന്നുകൊണ്ടിരിക്കണേ? ഓരോ സങ്കല്പവും ശുഭമാണോ, പ്യുവറാണോ, പോസിറ്റീവാണോ, പവർഫുള്ളാണോ, പീസ്ഫുള്ളാണോ? അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യൂ. ട്രാക്ക് തെറ്റിയിട്ടില്ലല്ലോ.
ട്രാക്ക് പിഴച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ പറയണേ, ട്രാക്കിലേക്ക് തിരിച്ചു കയറാൻ ശക്തി വേണം. ഇറങ്ങാൻ എളുപ്പമായിരുന്നു, കാല് വഴുതിയത് എളുപ്പത്തിലാണ്. പക്ഷെ കാല് വഴുതി വീണുപോയാൽ എഴുന്നേക്കാൻ പലപ്പോഴും പരസഹായം വേണ്ടി വരും. വഴുതി വീണിട്ട് ഞാൻ എഴുന്നേക്കാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ വീണ്ടും വീണ്ടും വഴുതി വീഴുന്നത് കാണാം. അതുതന്നെയാണ് ജീവിതയാത്രയിൽ നമുക്കെല്ലാം സംഭവിച്ചത്. ഭഗവാൻ പറയുന്നത്, മക്കളെ, ഈ ശരീരത്തിനുള്ളിലിരിക്കുന്ന ആത്മചൈതന്യം ശരീരമാകുന്ന വസ്ത്രം എടുത്ത് ഉപേക്ഷിച്ച്, ധരിച്ചുപേക്ഷിച്ച്, ശരീരം എടുക്കുക, ശരീരം വിടുക, ശരീരം എടുക്കുക, ശരീരം വിടുക, ജനന മരണത്തിൻ്റെ ചക്രത്തിലെ യാത്രയിൽ പലപ്പോഴും നമ്മൾ കാല് വഴുതിപ്പോയി, കാല് വഴുതിയിട്ടുണ്ട്, കാല് വഴുതി വീണുപോയി. ഭഗവാൻ പറയണത്, കാലചക്രത്തിൻ്റെ യാത്രയ്ക്കൊടുവിൽ ഇപ്പോൾ നിങ്ങൾ എത്തി നിൽക്കുന്നത് കൽപ്പാന്ത കാലത്താണ്. സത്യുഗം മുതൽ തുടങ്ങിയ യാത്രയാണ് നമ്മുടെ സത്യുഗം, ത്രേതായുഗം, ദ്വാപരം, കലിയുഗം. ഈ കൽപ്പാന്ത വേളയിൽ ഭഗവാൻ പറയണത്, ഇതൊരു സമയമാണ് മക്കളെ റിട്ടേൺ ജേർണിയുടെ. എവിടുന്ന് നിങ്ങൾ യാത്ര ആരംഭിച്ചു അവിടേക്കുള്ള മടക്കയാത്രയുടെ ടൈമാണ്. നമ്മൾ യാത്ര ആരംഭിച്ചത് സത്യുഗീ യാത്രയാണ് ആരംഭിച്ചത്, സത്യധർമ്മത്തിലാണ് യാത്ര തുടങ്ങിയത്. നമ്മളെല്ലാം വളരെ പരമപരിശുദ്ധമായ ജീവിതയാത്രയാണ് ആരംഭിച്ചത്. പരമപരിശുദ്ധം, സത്യതയായിരുന്നു നമ്മുടെ സ്വധർമ്മം. പീസ്ഫുൾ, പവർഫുൾ, പ്യുവർ, പ്യൂരിറ്റിയിൽ, സത്യതയിൽ, ശക്തിയിൽ. പക്ഷേ ഈ മൊബൈലിൻ്റെ ചാർജ് ഉപയോഗിച്ച് കുറഞ്ഞു. ഇപ്പം സമയമാണ് റീചാർജ് ചെയ്യാൻ. ആ റീചാർജിന് വേണ്ടി സ്വയം പവർ ഹൗസ്, പരമാത്മാ പിത. കാരണം അച്ഛന് മനസ്സിലായി, ഈ മക്കൾക്ക് ഇനി തനിയെ എഴുന്നേക്കാൻ പറ്റില്ല, എൻ്റെ സഹായം കൂടിയേ മതിയാകൂ. കാരണം തെന്നി വീണ് കാല് വഴുതി കലിയുഗി ചെളിക്കുണ്ടിലേക്ക് പോയി കഴിഞ്ഞു. അനേക ദുശീലങ്ങൾ, ദുർവികാരങ്ങൾ, വിചാരിച്ചാലും തിരിച്ചു വരാൻ പറ്റണില്ല. ആഗ്രഹമുണ്ട് ദേഷ്യപ്പെടരുതെന്ന്, പക്ഷെ പറ്റണില്ല. ശക്തി വേണം, എക്സ്ട്രാ സപ്പോർട്ട് വേണം. ആഗ്രഹമുണ്ട് കള്ളുകൂടി നിർത്തണമെന്ന്, പറ്റണില്ല, സപ്പോർട്ട് വേണം, ശക്തി വേണം. അറിയാം പൊട്ടിത്തെറിക്കരുത്, മോശവാക്കുകൾ പറയരുത്, അഹങ്കാരം കാണിക്കരുത്, ആവേശത്തിൽ വരരുത്, വിനയത്തോടു കൂടി പെരുമാറണം. എവിടെയൊക്കെ സീറ്റുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടോ, കിട്ടിയ ഓരോ അധികാര കസേരകളും, കയ്യിലിരിക്കുന്ന പവറ്, ഓരോ പേനയുടെ പവറും സദുപയോഗം ചെയ്യേണ്ടതാ. ജനമംഗളത്തിനുള്ളതാണ്. അറിയാമെങ്കിലും പലപ്പോഴും ട്രാക്ക് തെറ്റുന്നുണ്ട്. നമ്മുടെ ഓരോ ട്രാക്ക് പിഴയ്ക്കലും എന്തിന് കാരണമാകും? ഇവിടെ പോയി ഡെപ്പോസിറ്റായി വീഴും. ഭഗവാൻ പറയണേ, മക്കളെ, എന്തെങ്കിലും സംഘർഷങ്ങളോ ദുഃഖങ്ങളോ ദുരിതങ്ങളോ ജീവിതയാത്രയിലെ കഷ്ടനഷ്ടങ്ങളോ, ഈവൻ ഭഗവാൻ പറയണേ ഈ ശരീരത്തിന് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ പോലും, അത് മനസ്സിൻ്റെ അസുഖമാണെങ്കിലും ശരീരത്തിനാണെങ്കിലും പൈസയുടെ ബുദ്ധിമുട്ടാണെങ്കിലും ബന്ധങ്ങൾ കൊണ്ടാണെങ്കിലും എല്ലാ മൈനസുകളുടെയും കാരണം ഇന്നലകളിൽ വിതച്ച വിതകളാണ്. ഇന്ന് വിതച്ചുകൊണ്ടിരിക്കുന്നതാണ് മക്കളെ നാളെ കൊയ്യാൻ പോണേ. അതുകൊണ്ട് ഈ പാസ്ബുക്ക് ക്ലീൻ ആയിരിക്കണം, ഈ പ്രോഗ്രസ് കാർഡ് ക്ലീൻ ആക്കി വെക്കണം. ഈ പാസ്ബുക്ക് ക്ലീൻ ആകാൻ ഈ കെട്ടിൽ പോയി പ്ലസ് എത്ര പ്ലസ് നിറയ്ക്കാൻ പറ്റുന്നോ, ഇരുമുടിയിൽ മൈനസ് കുറയണം. മുൻമുടി പ്ലസ് കൊണ്ട് വലുതാക്കുകയും പിൻമുടി ചെറുതാക്കുകയും ചെയ്യുകയാണെങ്കിൽ മാത്രമേ ജീവിതയാത്രയിൽ, അയ്യപ്പനെ കാണാൻ പോകുന്ന യാത്രയിൽ മാത്രമല്ല, ജീവിതയാത്ര സുഗമമായി പോകാൻ മുൻമുടി പ്ലസ് കൊണ്ട് നിറയണം. മനസ്സ വാച കർമ്മണ. അതിന് നമ്മളെ സഹായിക്കുക. അതാണ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലൂടെ ഭഗവാൻ ഈ ഭൂമിയിൽ വന്ന് 88 വർഷം കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ഈ കൊട്ടായം, മാത്തൂര്, പെരിങ്ങോട്ടൂർ, വലിയ പ്രദേശം വളരെ നന്മ നിറഞ്ഞ നാട്ടുംപുറമാണ്. പണ്ട് മുതലേ ഈ പ്രദേശത്ത് വന്നു പോകുമ്പോൾ സിസ്റ്റർക്ക് ഈ നാട് വളരെയധികം ഇഷ്ടമാണ്. ഇങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ കാണുന്ന പാടങ്ങളും മരങ്ങളും, ടൗണിലൊന്നും ഇതൊന്നും കാണാനേ ഇല്ലല്ലോ. അനേക കർഷകരുടെ അധ്വാനം, വളരെയധികം നന്മ നിറഞ്ഞ നിങ്ങളുടെ എല്ലാവരുടെയും ആ ഹൃദയങ്ങളിൽ നിന്നൊഴുകുന്ന പരിശുദ്ധി, നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധമെന്ന് പണ്ട് പാടിയിട്ടുണ്ട്. ആ നന്മ നിറഞ്ഞ ഹൃദയങ്ങളുടെ ഉടമസ്ഥ
സന്മനസ്സരായ നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ നന്മകളായിരിക്കാം നിമിത്ത കാരണമായി പ്രഭു പിതാവ് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഈ പരമേശ്വര ക്ഷേത്രം ഇവിടെ ആരംഭിച്ചിരിക്കണേ. സിസ്റ്റർക്ക് നിങ്ങളെല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾക്കായി എങ്ങനെ നാട്ടിലൊരു സ്കൂള് വരുമ്പോൾ അതിൻ്റെ ലാഭം നമ്മൾ എടുക്കുന്നു, നമുക്കായി നമ്മൾ ഹോസ്പിറ്റൽ കെട്ടി അതിൻ്റെ ലാഭം എടുക്കുന്നു, അതേപോലെ ഭഗവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നിങ്ങളുടെ വീട് തയ്യാറാക്കി, ധ്യാനക്ഷേത്രം ജ്ഞാനക്ഷേത്രം തയ്യാറാക്കി തന്നിട്ടുണ്ട്. ഇതിൻ്റെ ലാഭം എടുക്കും, ആന്തരികമായി ശക്തരാക്കൂ. ഇരുമുടിക്കെട്ട് ഡെയിലി തുറന്നു നോക്കൂ. രാവിലെ മുതൽ കെട്ട് നിറയണം. കെട്ട് നിറയ്ക്കുമ്പോൾ ഈ കെട്ടിൽ എനിക്ക് പ്ലസ് നിറയ്ക്കണം, അതിനുള്ള വിൽ പവർ വേണം. അതിനുള്ള മനോബലം നിങ്ങൾക്ക് മെഡിറ്റേഷനിലൂടെ കിട്ടും. ഡോക്ടർമാർ നിങ്ങൾക്കറിയാം, ലേറ്റസ്റ്റ് ഗവേഷണങ്ങളിൽ നമ്മുടെ ശരീരത്തിൻ്റെ പോലും ആരോഗ്യത്തിന് ആദ്യം മെഡിറ്റേഷൻ ദെൻ മെഡിക്കേഷൻ എന്നുള്ള ഒരു വിധിയിലേക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്നുള്ള പേരിൽ ഒരു വ്യക്തിയുടെ സമ്പൂർണ്ണ വികാസത്തിൽ, സമ്പൂർണ്ണ ഹെൽത്തിൽ, ശാരീരികം, മാനസികം, സാമൂഹികം, ആധ്യാത്മികം, വൈകാരികം, ഈ 5 തലങ്ങളുടെ ആരോഗ്യത്തിന് നിത്യസത്സംഗവും മെഡിറ്റേഷനും ഏറ്റവും പ്രധാനമാണ്. അതുകൊണ്ട് ഇന്ന് ഈ സുദിനത്തിൽ നിങ്ങളെല്ലാവരോടും ഈ സന്തോഷ വാർത്തയും ഷെയർ ചെയ്യണം. ഭഗവാൻ നിങ്ങൾക്ക് ഈ പ്രസാദം നൽകുമ്പോൾ, പരമേശ്വരൻ ഈ ഭൂമിയിൽ വന്ന് ഈ പ്രസാദ വിതരണം 88 വർഷം കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വൈകിയ വേളയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ സമ്പൂർണ്ണ ലാഭം നിങ്ങളെല്ലാവരും എടുക്കൂ. ഈ പ്രസാദം നമുക്ക് നിത്യസത്സംഗമായി ഡെയിലി 1 മണിക്കൂർ സത്സംഗം ഉണ്ടാവും. നാളെ മുതൽ ആദ്യത്തെ മെഡിറ്റേഷൻ്റെ ബാച്ച്, രാജയോഗ ധ്യാനം, ഇത്രയും സഹജമാണ്, എല്ലാവർക്കും ചെയ്യാം. കാരണം ഇത് ശാരീരിക ഘടയോഗങ്ങളെല്ലാം നമ്മളിവിടെ പഠിക്കണം. വ്യായാമം അത്യന്താപേക്ഷിതമാണ്. ആസനങ്ങൾ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റാണ്. അതെല്ലാം നിങ്ങൾ ചെയ്യുന്നുവെങ്കിലും മനസ്സിന് വേണ്ട ആസനം, മനസ്സിനെ ഏകരസത്തിൽ വയ്ക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ജീവിതം താളപ്പിഴയിലേക്ക് പോകും. അതുകൊണ്ട് മെഡിറ്റേഷൻ നമ്മുടെ മനസ്സിനെ ഏകരസ സുഖാസനത്തിലേക്ക് കൊണ്ടുവരും, ശാന്തിയുടെ ആസനത്തിലേക്ക് കൊണ്ടുവരും, ശക്തിയുടെ ആസനത്തിലേക്ക് കൊണ്ടുവരും. അൾട്ടിമേറ്റ് നമ്മളെല്ലാവരും പോയി ഉറങ്ങുമ്പോൾ നമുക്കെല്ലാവർക്കും വേണ്ടുന്ന ആസനം ഏതാണ്? എത്ര വില പിടിച്ച മെത്തയിൽ കിടന്നാലും AC സ്വിച്ച് ഓൺ ചെയ്താലും ഇവിടെ കുളിങ്ങില്ലെങ്കിൽ, ഇവിടെ ശാന്തിയില്ലെങ്കിൽ, ഇവിടെ സമാധാനത്തിൻ്റെ ആസനമില്ലെങ്കിൽ, ഇവിടെ സുഖാസനമില്ലെങ്കിൽ, സുഖവും ശാന്തിയും സമാധാനമില്ലെങ്കിൽ, ആദിയാണെങ്കിൽ വ്യാധിയും കൊണ്ട് നമുക്ക് ഉറക്കം വരില്ലല്ലോ. സമാധാനത്തോടെ നമുക്ക് ഉറങ്ങാൻ പറ്റും. അതുകൊണ്ട് മെഡിറ്റേഷൻ അവിടെയാണ് നമ്മളെ സഹായിക്കണേ. സുഖാസനം തരും, ശാന്തിയുടെ ആസനം തരും, ശക്തിയുടെ ആസനം തരും, വിവേകത്തിൻ്റെ ആസനം തരും. വ്യക്തി, സാഹചര്യം, സന്ദർഭം, ആരോടെപ്പം എങ്ങനെ പെരുമാറണം, അത് മോനായാലും മോളായാലും, മൗനായാലും മരുമോനായാലും, മോളായാലും മരുമോളായാലും, ഭഗവാൻ പറയുന്ന എല്ലാ ശരീരങ്ങൾക്കുള്ളിലും ആത്മസ്വരൂപങ്ങളാണ്. ആത്മരൂപത്തിൽ കണ്ട എല്ലാം ഭഗവാന്റെ മക്കളാണ്. ആ ഒരൊറ്റ അകക്കണ്ണ് തുറന്നാൽ തന്നെ നമ്മുടെ ഉള്ളിലെ എല്ലാ വിവേചനങ്ങളും, അഹങ്കാരവും, ആവേശവും, ദുരഭിമാനവും അവസാനിക്കും. നമ്മളെല്ലാം ഒരു പരമാത്മാ പിതാവിൻ്റെ മക്കളാണ്. നിങ്ങൾ ഉള്ളിൽ പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അവിടെ പരമേശ്വരനെ, ഭഗവാന്റെ പ്രാണപ്രതിഷ്ഠയാണ് നടന്നിരിക്കുന്നത്. കാരണം എല്ലാ ആത്മചൈതന്യത്തിനും പിന്നെ കണക്ഷൻ പരമേശ്വരനുമായിട്ടാണ്. ആത്മാവ് ജ്യോതിയായിരിക്കുന്നത് പോലെ നമ്മളിപ്പോൾ ഈ ദീപം കൊളുത്തിയത് ആ പരമദ്വീപത്തെ പരംജ്യോതി ഓർമ്മിക്കാനാണ്. മെഡിറ്റേഷനിൽ, രാജയോഗത്തിൽ ശരീരബോധത്തിൽ നിന്ന് ആത്മബോധത്തിലേക്ക് വരാനും, ആത്മബോധത്തിലിരുന്നു കൊണ്ട് പരമപിതാ പരമേശ്വരനെ ഓർമ്മിച്ച് സർവശക്തിവാൻ നിന്ന് ശക്തി നിറയുമ്പോൾ നമുക്കെല്ലാവർക്കും തെറ്റ് ചെയ്യാതിരിക്കാനും ശരിയിലൂടെ സഞ്ചരിക്കാനുമുള്ള കരുത്തുണ്ടാവും. 1,00,000 പേര് ചുറ്റും നിന്ന് എതിർത്താലും നമുക്ക് ശരി ചെയ്യാൻ പറ്റും. 1,00,000 പേര് നമ്മളെ തെറ്റിലേക്ക് വഴുതി വീഴാൻ തള്ളിയിട്ടാലും നമ്മുടെ കാല് വഴുതില്ല. അതാണ് അങ്കദൻ്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സ്വയം രാവണൻ തന്നെ പിടിച്ച് ഇളക്കി
ഇളകി, പക്ഷേ അങ്കദിൻ്റെ കാലിളകിയില്ല. ഇത് ഈ കാലിൻ്റെ വിഷയമല്ല, കാലിതാണ്, ബുദ്ധിയുടെ കാല്. നമ്മുടെ എല്ലാം ജീവിതയാത്രയിൽ ഇളക്കാൻ പല സാഹചര്യങ്ങളും ഉണ്ടാവും. വ്യക്തികൾ വരും, സംഭവങ്ങൾ വരും, സാഹചര്യങ്ങൾ വരും. എന്തിനു നമ്മുടെ ശരീരം തന്നെ ചിലപ്പോൾ ടെസ്റ്റ് പേപ്പറാകും. പ്രകൃതിയിൽ നിന്നും ടെസ്റ്റ് പേപ്പറുകൾ വരും. അനേക പ്ലസ് മൈനസ്, അനേക കയറ്റിറക്കങ്ങളിലൂടെ ധാരാളം മുതിർന്നവരെൻ്റെ മുന്നിലുണ്ട്. ജീവിതയാത്രയിൽ നിങ്ങളെല്ലാവരും അനേകം പ്ലസ് മൈനസുകൾ ക്രോസ് ചെയ്ത് വന്നവരാ. പക്ഷേ അവിടെ ഇളകാത്ത കാൽപാദം ഏതാണ്? മനസ്സിൻ്റെ, ബുദ്ധിയുടെ. എല്ലാ രാവണന്മാരും വന്ന് ചേർന്ന് കുലുക്കിയതിലും കുലുങ്ങാതിരിക്കണമെങ്കിൽ ഈ മനസ്സിന് രാമനുമായി ഡിസ്കണക്റ്റ് ആകാത്ത കണക്ഷൻ. ആ കണക്ഷൻ്റെ പേരാണ് യോഗം. ആത്മാവും പരമാത്മാവും തമ്മിലുള്ള യോഗം. അതുകൊണ്ടാണ് രാജയോഗം എന്ന് പറയുന്നത്. അതിനപ്പുറം ഒരു യോഗമില്ല. നമ്മളും ഈശ്വരനും തമ്മിലുള്ള യോഗം. അതുകൊണ്ടാണ് എന്നെ രാജയോഗം എന്ന് പറയുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും പ്രഭു നൽകിയ പ്രസാദത്തിൻ്റെ ലാഭം കുടുംബസമേതം എടുക്കൂ. നാളെ മുതൽ നമ്മളിവിടുത്തെ രാജയോഗ മെഡിറ്റേഷൻ്റെ ആദ്യത്തെ ബാച്ച് വൈകുന്നേരം, ഇവിടെ ഇപ്പോൾ ഈവനിങ് ബാച്ചാണ് ആരംഭിക്കുന്നത്. 4 തൊട്ട് 5 വരെ ഒരു ബാച്ചുണ്ട്. പിന്നെ രണ്ടാമത്തെ ഗ്രൂപ്പ് ആ സമയത്ത് വരാൻ പറ്റാത്തവർക്ക് വേണ്ടി 6 തൊട്ട് 7 വരെ, ജോലിക്കൊക്കെ പോകുന്നവർക്ക് വേണ്ടി 6 തൊട്ട് 7 മണി വരെ ഒരു ഗ്രൂപ്പ്. 2 ഗ്രൂപ്പ് നാളെ മുതൽ ആരംഭിക്കുന്നുണ്ട്. നിങ്ങളെല്ലാം കുടുംബസമേതം, ഇന്ന് നിങ്ങളുടെ വീടുകളിൽ നിന്ന് വരാത്ത സിസ്റ്റർ നിങ്ങളോട് പറയണേ, നിങ്ങളുടെ മക്കളെയും പേരമക്കളെയും ഉൾപ്പെടെ കൂട്ടിക്കൊണ്ടുവരൂ. പഠിക്കട്ടെ. ആദ്യം പഠിക്കേണ്ട പഠിപ്പ് ഇതാണ്. ഈ വിദ്യയില്ലാത്തത് കൊണ്ടാണ് ഏത് സ്കൂൾ കോളേജിൽ നമ്മൾ കൊണ്ടുപോയി ഇത്രയും വലിയ അഡ്മിഷൻ വാങ്ങി സീറ്റ് വാങ്ങി കൊടുത്തിട്ടും പിന്നെയും നമുക്ക് നമ്മുടെ മക്കളെ പ്രതി ആദിയുടെ കാരണം അതാണ്. ജീവിതത്തിൻ്റെ ഫൗണ്ടേഷൻ നമുക്ക് ഉള്ളിലെ കാമത്തിൻ്റെ, ക്രോധത്തിൻ്റെ പാമ്പ് പുറത്ത് ചാടാതിരിക്കണമെങ്കിൽ അകക്കണ്ണ് തുറക്കുന്ന വിദ്യ, അതാണ് രാജയോഗത്തിൻ്റെ വിദ്യ. ഈ വിദ്യ നമുക്കും പഠിക്കണം, സർവർക്കും പഠിക്കണം. കാരണം സ്ത്രീ പുരുഷ പ്രായഭേദമന്യേ ഈ വിദ്യ പഠിക്കാത്തത് കൊണ്ടാണ്, ഈ 3-ാം കണ്ണ് അടഞ്ഞു കിടക്കുന്നത് കൊണ്ടാണ് എല്ലാ ചെളിയിലും വഴുതി പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു സമയമാണ് എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹം തന്നിരിക്കുകയാണ്. അതുകൊണ്ട് കോട്ടായി നിവാസികൾക്ക്, മാത്തൂരുകാർക്ക്, പെരുങ്ങോട്ടൂർ, ഋഷി, പൂടൂർ, ഇത്രയും ഈ ഗ്രാമത്തിന് വേണ്ടി പരമേശ്വരൻ പറയാറുണ്ട് ഭഗവാൻ എപ്പോഴും, ഞാൻ പാവങ്ങളുടെ പങ്കാളിയാണ്, ഏഴൈത്തോഴൻ എന്നാണ് പറയുക ഭഗവാനെ. അതുകൊണ്ട് ഭഗവാൻ വന്നിട്ട് ഭഗവാന്റെ മക്കൾക്കായി നൽകിയിരിക്കുന്ന ഈ പ്രസാദം ഇന്നിവിടെ സ്വയം സർവശക്തിവാൻ പ്രഭു സമർപ്പിച്ചിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ആ സർവശക്തിവാൻ നൽകിയ ഈ പ്രസാദത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കെല്ലാം സ്നേഹത്തോടുകൂടി സർവേശ്വരനെ സ്മരിച്ചുകൊണ്ട് ഭഗവാനെ ക്ഷണിച്ചുകൊണ്ട്, കാരണം ഭഗവാന്റെ സാന്നിധ്യമാണ് പ്രാണന്റെ പ്രതിഷ്ഠ. പ്രഭു നമ്മുടെ എല്ലാവരുടെയും പ്രാണന് തുല്യം പ്രിയങ്കരനായ പ്രഭു പിതാവിനെ നമുക്ക് സ്നേഹത്തോടു കൂടി ക്ഷണിക്കാം, വിളിക്കാം. ആ സ്നേഹപൂർണമായ ഓർമ്മയാണ് ധ്യാനം. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഒരേ മനസ്സോടെ അല്പസമയം ധ്യാനം ചെയ്യാം. നിവർന്നിരിക്കാം, സ്വസ്ഥമായിരിക്കാം. കയ്യിലെന്ത് ബാഗോ എന്ത് സാധനങ്ങളുണ്ടോ താഴെ വെച്ച് സ്വസ്ഥമായി റിലാക്സ്ഡായി നട്ടെല്ലെന്ന് പറഞ്ഞ് ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ, വളരെ വളരെ സ്നേഹത്തോടെ, സന്തോഷത്തോടെ ഏറ്റവും വലിയ കാര്യം നമ്മൾ ജീവിതത്തിൽ ചെയ്യാൻ പോവാണ്. കരഞ്ഞുകൊണ്ടല്ല നമുക്ക് ഭഗവാനെ ഓർമ്മിക്കേണ്ടത്, സ്നേഹത്തോടെ, സന്തോഷത്തോടെ. ഏറ്റവും വലിയ ബോസാണ് നമ്മുടെ പ്രഭു പിതാവാണ്, പരമേശ്വരനാണ്. ഹൃദയത്തിൽ എത്ര സ്നേഹവും ആദരവും നിങ്ങൾക്ക് ഭഗവാനോടുണ്ടോ, ആ സ്നേഹാദരവോടുകൂടി സമർപ്പണമായ മനസ്സോടെ നമുക്ക് യാത്ര ആരംഭിക്കാം. ആദ്യം തിരിതെളിയിക്കാം. ദേഹം ഒരു വിളക്ക് പോലെ കാണും. ഈ വിളക്കിലാദ്യം ആത്മദീപം തെളിയിക്കാം.
ശ്രദ്ധ ഇരുപുരികങ്ങളുടെ മധ്യത്തിൽ പൊട്ട് ചാർത്തിയിരിക്കുന്ന, തിലകം ചാർത്തിയിരിക്കുന്ന നെറ്റിത്തടത്തിലേക്ക് കൊണ്ടുവരൂ. ശിരസിനുള്ളിൽ ആത്മചൈതന്യം നക്ഷത്രം പോലെ പ്രകാശിക്കുന്ന ആത്മദീപം ശാന്തമായൊരു വെളിച്ചമാണ് ഞാൻ. ശുദ്ധമായ ചൈതന്യമാണ് ഞാൻ. സർവശക്തിവാൻ പ്രഭുവിൻ്റെ സന്താനമാണ് ഞാൻ. ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടുകൂടി പ്രഭു പിതാവിൻ്റെ മടിത്തട്ടിലേക്ക്, ഈശ്വരൻ്റെ സന്നിധാനത്തിലേക്ക് മനസ്സുകൊണ്ട് ഞാൻ ഒരോട്ടപ്രദക്ഷിണം നടത്തി ഈ ദേഹത്തിൽ നിന്ന് ദേഹത്തിൻ്റെ ലോകത്തിൽ നിറങ്ങി പ്രകൃതിപതിയായ പരമേശ്വരൻ്റെ മടിത്തട്ടിലേക്ക്, ഭൂമി, അന്തരീക്ഷം, സൂര്യചന്ദ്ര നക്ഷത്രങ്ങൾക്കുമൊക്കെയല്ലേ സൗരയൂഥത്തിനുമപ്പുറം പരമേശ്വര സന്നിധാനത്തിലേക്ക് ബ്രഹ്മാണ്ഡത്തിൻ്റെ നെറുകയിൽ കുടികൊള്ളുന്ന കാവി നിറമാർന്ന ബ്രഹ്മലോകം, പരമേശ്വര സന്നിധാനം, പരമ്പൊരുൾ, പരംപിത, സർവശക്തിവാൻ, സ്നേഹത്തിൻ്റെ കടലായ ഭഗവാന്റെ അരികിൽ ഈശ്വരൻ്റെ തിരുജ്യോതി സ്വരൂപം ദർശിച്ച് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഞാൻ ആ മടിത്തട്ടിൽ ഭഗവാന്റെ മടിയിൽ സർവം സമർപ്പണമായി ശരണാഗതി അടഞ്ഞിരിക്കുകയാണ്. പരമമായ ശാന്തി. പരിപൂർണ നിശബ്ദത. സർവശക്തികളുടെ കരുത്ത്. മനസ്സിന് നൽകുന്ന ബലം. ഈശ്വര ചൈതന്യത്തിൻ്റെ പ്രവാഹം. സഹസ്രകോടി കരങ്ങൾ എന്നതുപോലെ ഈശ്വരീയ ശക്തിയുടെ കിരണങ്ങൾ എന്നെ വലയം ചെയ്തിരിക്കുകയാണ്. ഭഗവാന്റെ ആ തൃക്കരങ്ങൾക്കുള്ളിൽ
ഞാൻ അനുഭവിക്കുന്ന സുഖം, സമാധാനം. ഭഗവാനേ, പരമേശ്വര, എല്ലാ ഭാരവും നീങ്ങി മനസ്സൊരു മലഖയെ പോലെ ഭാരരഹിതമാണ്, നിർമ്മലമാണിപ്പോൾ. പരമമായൊരാനന്ദം, അതീന്ദ്രിയമായൊരു സുഖം, മനോസുഖം, ഈശ്വരീയ സുഖം. ഈ സുഖം എനിക്ക് നൽകുന്ന സമാധാനം, ഇത് തന്നെയാണ് ഞാൻ തേടിയത്, തേടിക്കൊണ്ടിരിക്കുന്നത്, എനിക്ക് വേണ്ടതും. ഈ മനസ്സമാധാനം സർവാത്മാക്കൾക്കുമുണ്ടാകട്ടെ. ഈശ്വര ചൈതന്യം കുടവിരിച്ച് ഈ വിശുദ്ധോളം വലുതായ പരമാത്മക്കുടക്കീഴിൽ സർവാത്മാക്കളും സദാ സുരക്ഷിതരായിരിക്കട്ടെ. സർവർക്കും സദാ മംഗളമുണ്ടാകട്ടെ. സർവർക്കും മംഗളം. പരമേശ്വര ചൈതന്യമൊഴുകി ഈ പ്രദേശം മുഴുവൻ, ഈ ഹാളിലിരിക്കുന്ന സർവാത്മാക്കൾക്കും എല്ലാവരുടെയും മനസ്സിലും ശരീരത്തിലും ഈശ്വര ചൈതന്യം നിറയുകയാണ്. കേശാദിപാദമൊഴുകി ഭഗവാന്റെ ചൈതന്യത്തിനുള്ളിൽ ഒരു കൊട്ടുപോലെ, കുട പോലെ സർവരും സദാ സുരക്ഷിതരായി, സർവർക്കും സദാ മംഗളമുണ്ടാകട്ടെ. സർവ കുടുംബാംഗങ്ങൾക്കും ഈ പ്രദേശമാകമാനം, ഈ ദേശം മുഴുവൻ, ഓരോ വീടുകളിലേക്കും ഈശ്വര ചൈതന്യത്തിൻ്റെ പ്രവാഹം ഒരു കുട പോലെ, കോട്ട പോലെ സർവ കുടുംബാംഗങ്ങൾക്കും ശക്തി പകരട്ടെ. ഈശ്വരീയ ശക്തിയുടെ കരങ്ങൾ നീണ്ട് സർവരുടെയും കണ്ണീരൊപ്പി സർവർക്കും സുഖമുണ്ടാകട്ടെ. ലോക സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.
ബഹുമാന്യരായ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. എന്താണ് പറയേണ്ടതെന്നൊരു ഇതില്ല. കാരണം ഞാനും ഈ ഒരു അന്തരീക്ഷത്തിൽ അലിഞ്ഞു പോവുമായിരുന്നു. ഒരുപാട് വേദികളിൽ പ്രസംഗിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഇത്തരമൊരു അന്തരീക്ഷം ആദ്യമായിട്ടാണ്. എൻ്റെ ഈ വയസ്സിനിടയ്ക്ക് തന്നെ ആദ്യമാണ് ഈ ഒരു അന്തരീക്ഷം. ദൈവിക ചൈതന്യം തുളുമ്പുന്ന ഈ ഒരു വേദി നമുക്കെല്ലാവർക്കും തന്നെ നന്മയുടെ ഒരു പ്രത്യാശയുടെ പ്രകാശത്തിൻ്റേതായൊരു ദിവസത്തിന് തുടക്കം കുറിച്ചതായിട്ടാണ് എൻ്റെ മനസ്സിൽ പതിഞ്ഞത്. അതുതന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരായ ഇവിടെ വന്നെത്തിയിട്ടുള്ള എല്ലാവർക്കുള്ള അനുഭവമെന്ന് ഞാൻ നോക്കിക്കാണുകയായിരുന്നു. അതെങ്ങനെയെന്നല്ലേ, ഏത് വേദിയിലും ഒരു പ്രസംഗം നടക്കുകയാണെങ്കിൽ ഇടയ്ക്കെങ്കിലും ഒന്ന് പറയും, പ്ലീസ് സൈലൻസ് പ്ലീസ് എന്ന്. ഇവിടെ അതിൻ്റെ ഒരു ആവശ്യം ഒരു പ്രാവശ്യം പോലും വന്നില്ല. കാരണം എല്ലാവരും ദൈവിക ചൈതന്യത്തിൽ അലിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. ഇതല്ലേ നമുക്ക് മോക്ഷം? നമ്മളുടെ ജീവിതത്തിന് വേണ്ടതും ഈ ഒരു ചൈതന്യം തന്നെയല്ലേ നമ്മളിലേക്ക്, നമ്മുടെ വരും തലമുറകളിലേക്ക് ഈ നന്മയുടെ വിത്ത് പാകാൻ പറ്റുന്നൊരു വേദിയാണ് ഈ ഒരു രാജയോഗ പാഠശാലയുടെ ഈ ഉദ്ഘാടന വേദിയിൽ നിന്നും നമുക്ക് പഠിക്കാൻ സാധിച്ചത്. ഈ വേദിയിൽ കയറാൻ എനിക്ക് കാരണം തന്ന കോട്ടായി ഗ്രാമപഞ്ചായത്തിൻ്റെ 6-ാം വാർഡിലെ എൻ്റെ പ്രിയപ്പെട്ട, എൻ്റെ സ്നേഹമുള്ള, എൻ്റെ ബഹുമാനപ്പെട്ട ജനങ്ങൾ എന്നെ തിരഞ്ഞെടുത്തത് കൊണ്ടല്ലേ ഇങ്ങനൊരു വേദി എനിക്ക് കയറാൻ കഴിഞ്ഞത്. എൻ്റെ ജനങ്ങളോട്, പ്രത്യേകിച്ച് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരുടെ മുമ്പിലും ഞാൻ നമിക്കുകയാണ് എൻ്റെ ശിരസ്. അത്രത്തോളം എന്നെ ആകർഷിച്ചിട്ടുണ്ട്. എനിക്ക് കൂടുതലൊന്നും പറയാൻ കിട്ടുന്നില്ല. മനസ്സിൽ വല്ലാതെ പതിഞ്ഞു പോയ കുറേ കാര്യങ്ങളാണ് നമ്മുടെ സിസ്റ്റർ മീനാജി അമ്മ ഇവിടുന്ന് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ. അതെല്ലാം നമ്മൾ പ്രാവർത്തികമാക്കുമെങ്കിൽ നമുക്ക് മറ്റൊന്ന് ചിന്തിക്കേണ്ടതുണ്ടോ? നന്മയുടെ വഴികളല്ലേ ഈ പറഞ്ഞു തന്നത് മുഴുക്കെ ആണ്. നന്മയുടെ വഴികൾ തന്നെയാണ്. എല്ലാവരും പ്രായഭേദമന്യേ നിവർന്നിരിക്കുമെന്ന് പറയാതെ തന്നെ, ആരും വളഞ്ഞിരിക്കാതെ എല്ലാവരും നിവർന്നിരുന്ന് കേൾക്കുന്ന ആ ഒരു വേദി ഞാൻ നോക്കിക്കണ്ട് സന്തോഷത്തോടെ ഇരിക്കുകയായിരുന്നു. എന്തു പറയണമെന്നറിയില്ല. ഇവിടെ എനിക്ക് കയറാൻ പറ്റിയത് എല്ലാവരോടും ഇങ്ങനെ ഈ രാജയോഗ പാഠശാലയുടെ പ്രവർത്തകരും, എസ്പെഷ്യലി മീനാജി അമ്മ, അവരോടും ഞാൻ എൻ്റെ അകന്നിറഞ്ഞ സ്നേഹം അറിയിക്കുകയാണ്. ഇവിടെ ആശംസകളല്ല, ഞാൻ സ്നേഹം തന്നെയാണ് പറയുന്നത്. ഇനിയും ഇനിയും നമുക്ക് നമ്മുടെ ഈ പ്രപഞ്ചത്തിന് നന്മകൾ മാത്രം ഉണ്ടാവാൻ, തിന്മകളെല്ലാം ഒഴിഞ്ഞു പോകാൻ നമുക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായി പ്രാർത്ഥിക്കാനും പ്രയത്നിക്കാനും പ്രവർത്തിക്കാനും കഴിയട്ടെ. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന ബ്രഹ്മകുമാരി മീനാജി, മറ്റ് വിശിഷ്ട വ്യക്തികൾ. ബ്രഹ്മകുമാരി മീനാജി ഏതാനും ഒരു 5-6 വർഷം മുമ്പ് അവിടെ ചെമ്പയിൽ ഞങ്ങളുടെ മഠത്തിൽ വരികയുണ്ടായി. അവിടെ പഠിക്കുന്ന സംഗീത വിദ്യാർത്ഥികൾക്ക് അവർ ക്ലാസ് എടുക്കുകയും ഇപ്പോഴും ആ സംഗീത വിദ്യാർത്ഥികൾ ഈ മെഡിറ്റേഷൻ പ്രോഗ്രാമിൽ പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഇവിടെ ഇങ്ങനെയൊരു വേദിയിൽ വരാൻ കഴിഞ്ഞത് ഒരു ഈശ്വര അനുഗ്രഹം മാത്രമാണ്. എന്നെ ഇവിടെ ക്ഷണിച്ചതിൽ അതിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും പ്രത്യേക നന്ദി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ഇതിൽ ശ്രീമതി രാധ പറഞ്ഞ പോലെ ആശംസകൾ പറയാനൊന്നുമില്ല.
ഇതെല്ലാം ഒരു നന്മയുടെ ഒരു ഭാഗമായിട്ട് മാത്രമാണ് കാണുന്നത്. ഭഗവാൻ ശ്രീ സൗന്ദര്യലഹരിയിൽ വരുന്ന ഒരു ശ്ലോകം മാത്രം പറഞ്ഞുകൊണ്ട് യാ ശിവേ നാമരൂപാഭ്യം യാ ദേവി സർമ്മമംഗളം തയോ സംസ്രാണദുർഗാം സർവദാ ജയമംഗളം. എല്ലാവർക്കും മംഗളം ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ഇവിടെ ക്ഷണിച്ചിൽ എല്ലാവിധ സന്തോഷവും അതുപോലെ എല്ലാവരോടും നമിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ നന്മയും നേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. സന്തോഷം. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈയൊരു ബ്രഹ്മകുമാരീസിൻ്റെ കോട്ടായി പഞ്ചായത്തിലെ രാജയോഗ പാഠശാലയുടെ ഈ വേദി നിൽക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഈ കോട്ടായിലേക്ക് കിട്ടിയ ഒരു പോസിറ്റീവ് എനർജിയുടെ ഒരു അസറ്റ് തന്നെയാണ് നമ്മുടെ ഈ ബ്രഹ്മകുമാരീസ് പ്രാർത്ഥനാലയം. ഇത് നമ്മുടെ പഞ്ചായത്തിലെ നല്ല നല്ല മക്കളെ വളർത്തെടുക്കാനും അതുപോലെ തന്നെ നെഗറ്റീവ് എനർജിയെ മാറ്റിക്കൊണ്ട് പോസിറ്റീവിലേക്ക് വരും തലമുറയെ കൂട്ടിക്കൊണ്ടു പോകാനുള്ള നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രയത്നങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടായി മാറും എന്ന് അതിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ മക്കളെയൊക്കെ നേർവഴിക്ക് നയിക്കാനുള്ള ഒരു പ്രാർത്ഥനാലയം അടുത്ത് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. മറ്റു പ്രസംഗവേദികളിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് ആ രീതിയിലല്ല അല്ലേ നമ്മളിവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എല്ലാവരും ഒന്നായി ഒരേ മനസ്സോടെ നമ്മുടെ മനസ്സിലുള്ള ശരീരത്തിലുള്ള അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഒരു മനുഷ്യനായാൽ നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും. അതിനെ നമ്മുടെ മീനാജി പറഞ്ഞതുപോലെ നെഗറ്റീവിനെയൊക്കെ കുറച്ചുകൊണ്ട് പോസിറ്റീവ് മുൻകെട്ട് അല്ലേ പിൻകെട്ട് അത് നേടിയെടുത്തുകൊണ്ട് എല്ലാവർക്കും മാതൃകയായി ജീവിക്കാൻ നമ്മൾക്ക് കിട്ടുന്ന അവസരങ്ങളെ ആർക്കാണോ അർഹതപ്പെട്ടത് അല്ലെങ്കിൽ ആർക്കാണോ നമ്മളെ കൊണ്ട് ആവശ്യം അവർക്ക് വേണ്ടി വിനിയോഗിക്കാൻ എനിക്ക് കൂടുതൽ എനർജി ഈയൊരു സദസ്സിൽ അല്ലെങ്കിൽ ഈയൊരു മീറ്റിങ്ങിൽ നിന്നും കിട്ടി. ഇത് പ്രയോജനപ്പെടുത്താൻ എല്ലാവർക്കും സാധിക്കട്ടെ. നമ്മുടെ കുടുംബത്തിൽ തന്നെ ഇൻപമുള്ള കുടുംബമായി മാറാൻ നമ്മുടെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും അതുപോലെ തന്നെ ഈ പഞ്ചായത്തിലെ എല്ലാവർക്കും സാധിക്കണം. ആ കുടുംബം എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ മറന്നുപോയോ എന്നൊരു സംശയമുണ്ട് അല്ലേ. നമ്മുടെ ജീവിത തിരക്കുകൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ മക്കളെ നോക്കാൻ ശ്രദ്ധിക്കാൻ പറ്റാതെ, ഭർത്താവിനെ ശ്രദ്ധിക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ അച്ഛനമ്മമാരെ നോക്കാൻ പറ്റാതെ പരക്കം പായാണ് ഓരോരുത്തരും. എന്തിനു വേണ്ടിയോ എന്ന് ചോദിച്ചാലാണ് നമുക്ക് ഉത്തരവില്ല. നമ്മൾ ആർക്കൊക്കെ വേണ്ടിയാണോ പരക്കം പാഞ്ഞ് അവരെ നമുക്ക് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ അവരെ കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മളെ അവർക്ക് ലഭിക്കുന്നില്ല എന്നൊരവസ്ഥയാണുള്ളത്. അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുത്താൻ നമ്മുടെ ഈ ഒരു പ്രാർത്ഥനാലയം കൊണ്ട് സാധിക്കട്ടെ. എനിക്കും നമ്മുടെ രാധേച്ചി പറഞ്ഞതുപോലെ തന്നെ വ്യത്യസ്തമാർന്നൊരു അനുഭവമാണ് ഇവിടെ നിന്നും കിട്ടിയത്. ഇതിന് കാരണഭൂതരായവരെ എല്ലാവരെയും, ബ്രഹ്മകുമാരീസിൻ്റെ എല്ലാവരെയും എൻ്റെ സ്നേഹം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നല്ലൊരു ആരോഗ്യവും ഐശ്വര്യവും സമാധാനവും ഉള്ളൊരു ജീവിതം കിട്ടട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേദിയിൽ പവിത്രരായ ആരാധ്യയായ ബ്രഹ്മകുമാരി സിസ്റ്റർ മീനാജി, അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന ആദരണീയ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിലിരിക്കുന്ന അമ്മമാരെ, ചേച്ചിമാരെ, ബാലികാബാലന്മാരെ, ഏവർക്കും എൻ്റെ സാദര പ്രണാമം. ഇന്ന് ഇവിടെ നടക്കുന്നത് ഈശ്വരീയ വിദ്യാലയത്തിൻ്റെ 88ാം വാർഷികാഘോഷവും കോട്ടായി രാജയോഗ പാഠശാലയുടെ ഉദ്ഘാടനവുമാണ്. നേരത്തെ ഇവിടെ ഈ ധ്യാനത്തിൻ്റെ മഹത്വം എന്താണെന്ന് നമ്മൾക്കെല്ലാവർക്കും ആദരണീയ മീനാജി വളരെ വിശദമായി ആഴത്തിൽ നമുക്കെല്ലാം പറഞ്ഞു തന്നു.
എന്താണ് ധ്യാനമെന്നും ധ്യാനം കൊണ്ടുള്ള ഗുണമെന്താണെന്നും നമുക്കറിയാം. ഇന്നത്തെ ചുറ്റുപാടിൽ നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ കുട്ടികൾ സ്കൂളിൽ പോകുന്നു. സ്കൂളിൽ പോയി അവരെന്താണ് ചെയ്യുന്നത് എന്ന് പോലും അറിയാനോ അതിനുള്ള താല്പര്യമോ മാതാപിതാക്കൾ കാണിക്കുന്നില്ല. കുട്ടികൾ വഴിപിഴച്ചു പോകുന്നു. അപ്പോൾ ഇത് ലിംഗഭേദ, ജാതി, മതഭേദമെന്നേ ഏവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഈ ധ്യാനം. നേരത്തെ സിസ്റ്റർ മീനാജി സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലെ പ്രഥമ പൗരയായ നമ്മുടെ രാഷ്ട്രപതി അടക്കം ധ്യാനം ചെയ്യുന്നു. എന്തിന്? പ്രധാനമന്ത്രി മോദിജി അടക്കം ധ്യാനവും യോഗാശീലങ്ങളും പ്രാക്ടീസ് ചെയ്തു വരുന്നു. ഒരു മനുഷ്യൻ്റെ ആരോഗ്യത്തിന് അത്യുത്തമമായ ഒരു കാര്യമാണ് ധ്യാനം. കുട്ടികൾ വഴിപിഴച്ചു പോകുന്നതിൽ ധ്യാനത്തിലൂടെ അവരെ തിരികെ കൊണ്ടുവരാൻ പറ്റും. നമ്മൾ ഏവരും ശ്രദ്ധാപൂർവം നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ നയിക്കേണ്ടത് എല്ലാ മാതാപിതാക്കളുടെയും കർത്തവ്യമാണ്. ഞാൻ ഇപ്പോഴേ സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ഈ കാലത്തിൽ പല അമ്മമാരും അച്ഛന്മാരുമൊക്കെ വളരെ മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാലമാണ്. ഈ മാനസിക ബുദ്ധിമുട്ടുകളിൽ നിന്നെല്ലാം മോചനം കിട്ടുവാനായിട്ടുള്ള ഏറ്റവും ഒരു നല്ല മാർഗമാണ് ഈ ധ്യാനം. മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി നല്ല ചിന്തകൾ മനസ്സിൽ വിചാരിച്ച് ആത്മീയമായി ഒരേ ലക്ഷ്യത്തിൽ നമ്മൾ ഒരേ പ്രാപ്തി വരുമെന്ന് നല്ല രീതിയിൽ നമ്മൾ മനസ്സിൽ വിചാരിച്ച് ധ്യാനിക്കുകയാണെങ്കിൽ ദിവസവും നമ്മൾ ഒരു അരമണിക്കൂർ ഇതിനു വേണ്ടി മാറ്റിവെച്ചാൽ നമ്മുടെ ജീവിതം ഐശ്വര്യപൂർണ്ണമാവുമെന്നുള്ള യാതൊരുവിധ സംശയവുമില്ല. നമുക്കറിയാം, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, നമ്മൾ പല പരിപാടികളിലും പങ്കെടുക്കുമ്പോഴും കശപിശ എന്നിങ്ങനെ ആവശ്യമില്ലാതെ കൂട്ടങ്ങൾ കൂടി ആ പ്രസംഗിക്കുന്ന ആൾക്കും ഉദ്ഘാടനം ചെയ്യുന്ന ആൾക്കാർക്കും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടുവരുന്നത്. പക്ഷേ ഇവിടെ പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരുന്നു ഈ പരിപാടികൾ മുഴുവൻ നടക്കുന്ന സമയത്ത്. ഒരാൾ പോലും ഒരു ചെറുവിരൽ അനക്കുകയോ വായ കൊണ്ടൊരു സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അത്ര അച്ചടക്കത്തോടുകൂടി ഇവിടെ ഇന്നിരിക്കണമെങ്കിൽ ഇനി ഇവിടെ കോഴ്സ് അടങ്ങാൽ ഈ സ്ഥലത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് നമ്മൾ ജസ്റ്റ് ഊഹിക്കാവുന്നേ ഉള്ളൂ. നമ്മളെല്ലാവരും ഇവിടെ ഇങ്ങനൊരു അവസരമുണ്ടാക്കി തന്ന, നമുക്ക് ഇതിനു വേണ്ടി ഈ സ്ഥലം തന്ന അദ്ദേഹത്തോട് നമ്മളെല്ലാവരും അങ്ങേയറ്റം കൃതാർത്ഥതയുള്ളവരാണ്. കാരണം കോട്ടായിൽ നമുക്കറിയാം, ഇന്ന് സ്കൂളുകളിൽ തന്നെ പലരും കുട്ടികൾ ലഹരിക്ക് അടിമയായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത് വളരെ നല്ല ഒരു കാര്യമാണെന്നും അതിനെല്ലാവരും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ അതിന് അഭിനന്ദനം അറിയിക്കുന്നു എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല. ഇനിയും ഇതേപോലെ ഇവിടെ എല്ലാ ആൾക്കാരും ഇവിടെ വന്ന് ഒരു ചെറിയതായിട്ട് അരമണിക്കൂറെങ്കിലും ഇവിടെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അവരുടെ ജീവിതം ഐശ്വര്യപൂർണ്ണമാവുമെന്നുള്ള യാതൊരുവിധ സംശയവുമില്ല. നമ്മൾക്ക് നാഡീവ്യവസ്ഥകളെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ വിഷമങ്ങളെ എല്ലാം അകറ്റി നിർത്തുന്ന അതാണ് ഈ ധ്യാനം. അത് പലർക്കും അറിയില്ല. ധ്യാനം എന്നുള്ളത് പലരും എന്താണെന്നോ അറിയാതെ പല ആൾക്കാരുമുണ്ട് ഇന്നും. അപ്പോൾ ധ്യാനത്തിൻ്റെ സവിശേഷതകളെ പറ്റി ആഴത്തിൽ നേരത്തെ മീനാജി സൂചിപ്പിച്ചു. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഞാൻ ചെറിയ നമ്മളെല്ലാവരും ഇന്ന് കാണുന്ന ഒരു കാര്യത്തിലേക്ക് മാത്രം കടന്നുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. അരുത്, അരുത്, ചെയ്യരുത്, ചെയ്യരുതാത്തത് ചെയ്യരുത്, കുഴിയിലിരുന്ന് കുഴിക്കരുത്, പുതുവഴിയൊന്നും തടയരുത്, കുന്നിനു മുകളിൽ കയറിയിരുന്നിട്ടുന്നതനാണെന്ന് നടിക്കരുത്, അരുത്, അരുത്, ചെയ്യരുത്, പറയാൻ വേണ്ടി ചെയ്യരുത്, ചെയ്തത് വെറുതെ പറയരുത്, ഒരു കൈ നന്മകൾ ചെയ്യും നമ്മുടെ മറുകൈ പോലും അറിയരുത്,
അരുത് അരുത് ചെയ്യരുത്, ചെയ്യരുതാത്തൊരു ചെയ്യരുത്. അറിവുള്ളവനാണ് എന്നു നടിച്ചിട്ട് അജ്ഞത വാരി വിളമ്പരുത്. വെറുതെ വല്ലതു മോദി വഴക്കിന് വഴിയുണ്ടാക്കാൻ നോക്കരുത്. അരുത് അരുത് ചെയ്യരുത്, ചെയ്യരുതാത്തത് ചെയ്യരുത്. അപരന് വേദനയുളവാക്കുന്നൊരു നുണ ഒരു നാളും പറയരുത്. താഴെയിരുന്നാൽ വീഴില്ലിരുന്നാൽ മുകളിൽ കയറിയിരിക്കരുത്. അരുത് അരുത് ചെയ്യരുത്, ചെയ്യരുതാത്തതു ചെയ്യരുത്. അപ്പം നമ്മൾ പലരും ഈ പറയുന്ന ഞാനടക്കം ഞാൻ വലിയ ആളാണെന്നുള്ള നടിച്ചിട്ടുള്ള, നേരത്തെ മീനാജി സൂചിപ്പിച്ച പോലെ അഹംഭാവത്തിൻ്റെ ഒരു മൂർത്തീഭാവമാണ് നമ്മളിൽ പലരും ഞാൻ 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 എന്തോ ആണ്, ഞാനൊന്നുമല്ല. ഞാൻ ഒന്നുകൂടെ പറഞ്ഞാൽ അപ്പോഴേക്കും ഇങ്ങനത്തെ പൊട്ടി വീഴുന്നൊക്കെ പറയും. പക്ഷേ ഞാനൊന്നുമല്ല. നമ്മൾ ആലോചിക്കണം, നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം നല്ല രീതിയിൽ പ്രവർത്തിക്കുക, നല്ല ഉപദേശങ്ങൾ കൊടുക്കുക, നല്ല കൂട്ടുകെട്ടായി തീരുക, കുട്ടികളെ നേർവഴിക്ക് നയിക്കുക. ഈ പരിപാടി ഇവിടെ ആസൂത്രണം ചെയ്ത എല്ലാവർക്കും എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധിയും സാക്ഷാൽ ജഗദീശ്വരൻ കടാക്ഷിച്ച് നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കേവർക്കും നന്ദി, നമസ്കാരം. ഓം ശാന്തി ശാന്തി ശാന്തി. സംപൂജ്യരായ ഗുരുജനങ്ങളെ, വേദിയിലിരിക്കുന്ന മീന സിസ്റ്റർ, അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ആദരിച്ച ശ്രീ കുട്ടിക്കൃഷ്ണൻ ബ്രദർ, മിസ്സിസ് കുട്ടിക്കൃഷ്ണൻ, എൻ്റെ സഹോദരിമാരെ, സഹോദരന്മാരെ, ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ചിരിക്കുന്ന മഹത് വ്യക്തികളെല്ലാം തന്നെ ഈ സംരംഭത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെല്ലാം തന്നെ വിശദീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഒരാവർത്തന വിരസത ഒഴിവാക്കുന്നതിനു വേണ്ടി ഒരു നീണ്ട പ്രസംഗത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇന്ന് ബ്രഹ്മകുമാരി ഈശ്വര വിശ്വവിദ്യാലയത്തിൻ്റെ 88ാം വാർഷിക ആഘോഷവും കോട്ടായി രാജയോഗ പാഠശാലയുടെ ഉദ്ഘാടനവും ഇവിടെ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഒരു വളരെ സന്തോഷവും സമാധാനവും തരുന്ന ഒരു കാര്യം, നമ്മുടെ ഇതിനു മുമ്പ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ലക്ഷ്മിക്കുട്ടി ടീച്ചർ, കരിയൻകൂടുള്ള ലക്ഷ്മിക്കുട്ടി ടീച്ചർ, ഒരു ദിവസം ഞാൻ വറോഡ് NSS കരയോഗത്തിൻ്റെ സെക്രട്ടറി എന്ന നിലയ്ക്ക് എന്നെ വന്ന് കണ്ടു. ഇവിടെ ബ്രഹ്മകുമാരീസ് വിശ്വവിദ്യാലയത്തിൻ്റെ ഒരു പാഠശാല അല്ലെങ്കിൽ ഒരു ക്ലാസ് ആരംഭിക്കണമെന്നും അതിന് NSSൻ്റെ ഹാള് ഒന്ന് വിട്ടുതരണമെന്നും ആവശ്യപ്പെട്ടു. വളരെ സന്തോഷത്തോടെ കമ്മിറ്റിയോട് അന്വേഷിക്കുകയും വളരെ സന്തോഷത്തോടു കൂടി ആ ഓഫീസ് അല്ലെങ്കിൽ ആ ഞങ്ങളുടെ NSS മന്ദിരം വിട്ടുകൊടുത്തുകൊണ്ടാണ് ഇവിടെ ആദ്യമായിട്ട് ബ്രഹ്മകുമാരീസിൻ്റെ ഒരു വിദ്യാലയം ആരംഭം കുറിച്ചത്. അതിനുശേഷം അതിൻ്റെ കുറേ വീടുകളിലേക്കും അതുപോലെ തന്നെ സ്ഥാപനങ്ങളിലേക്കൊക്കെ മാറി. അതിനുശേഷം നമ്മുടെ കുട്ടികൃഷ്ണ ബ്രദർ ഇവിടെ ഈ സ്ഥലം കൊടുത്തപ്പോൾ ഇതിൻ്റെ ഭൂമി പൂജ നടക്കുമ്പോൾ ആ ഭൂമി പൂജയിൽ പങ്കെടുക്കുന്നതിനും അന്നും ഇതുപോലെ ഒരു ആശംസാ പ്രസംഗം നടത്തുന്നതിനും എനിക്ക് കഴിഞ്ഞു എന്ന ആ ശിവഭഗവാനോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. അത് ഒരു നിമിത്തമാണ്. കാരണം ഇപ്പോൾ പണ്ട് നമ്മുടെ ഒരു പഞ്ചായത്ത് മെമ്പർ പറഞ്ഞതുപോലെ NSSൻ്റെ സെക്രട്ടറി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വേദിയിൽ കയറാൻ എനിക്ക് കഴിഞ്ഞത്. അങ്ങനെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു ഭാഗമായി എനിക്ക് വരാൻ കഴിയുകയും ഇവിടെ തന്നെ ഈ ലോക്കലിൽ ഈ പ്രദേശത്ത് തന്നെ ഉള്ള ഭാഗമാവുകയും ചെയ്തുകൊണ്ടാണ് എനിക്ക് ഈ വേദിയിൽ വരികയും നിങ്ങളെയൊക്കെ ഒന്ന് കാണാനും അഭിസംബോധന ചെയ്യാനുമൊക്കെ കഴിഞ്ഞത്. യോഗ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അധ്വാനിക്കുന്നതും, മെഡിറ്റേഷൻ എന്ന് പറയുന്നത് സ്വാഭാവികമായി നമ്മുടെ മൈൻഡിനെ
ക്ലിയർ ചെയ്യുന്നതുമാണ്. അതുകൊണ്ട് മെഡിറ്റേഷൻ ക്ലാസ് നാളെ മുതൽക്ക് 3 ദിവസം ഇവിടെ മെഡിറ്റേഷൻ ക്ലാസ്, ഫ്രീ മെഡിറ്റേഷൻ ക്ലാസ് ഉണ്ട്. ആ മെഡിറ്റേഷൻ ക്ലാസ്സിൽ വരിക, പങ്കെടുക്കുക. അതിനെ അത് കുറച്ച് ആസ്വദിക്കാൻ തുടങ്ങിയാൽ പിന്നെ നമുക്ക് നിരന്തരമായി ആസ്വദിക്കാൻ കഴിയും. ആ ആസ്വദിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ക്രമം ഒന്ന് ഇന്ന് വരെ താളം തെറ്റിയ ആ താളത്തിനെ ഒന്ന് മാറ്റിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അതായിരിക്കും ശരി. എന്തായാലും ഞാൻ ഇത് പറഞ്ഞത് ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇവിടെ വരാനും ഇതിനെ ഒരു വാക്ക് സംസാരിക്കാൻ അനുവാദം തരികയും ചെയ്ത ഇതിൻ്റെ സംഘാടകരോടും എന്നെ ഇത്ര നേരം ഞാൻ പറഞ്ഞ വാക്കുകൾ കേട്ടു നിന്ന നിങ്ങൾ ഏവർക്കും എല്ലാവിധ ആശംസകളും അല്ലെങ്കിൽ അഭിനന്ദനങ്ങളൊക്കെ നേരുന്നു. ഈ സ്ഥാപനം ഇവിടെ കോട്ടായിലൊരു മുതൽക്കൂട്ടാണ്. ഒരു കാര്യം പറയട്ടെ, നമ്മൾ ആരെങ്കിലുമൊക്കെ വെളിയിൽ പോകുമ്പോൾ അവിടെ പോകുമ്പോൾ നിങ്ങൾ എവിടുന്നാണ് വരുന്നത് ചോദിച്ചാൽ കോട്ടായി, പലർക്കും കോട്ടായി അറിയില്ല. അപ്പോൾ ഞാൻ പറയുന്നത് ചെമ്പൈ ഭാഗവതരെ അറിയുമോ നിങ്ങൾ? ആ ചെമ്പൈ ഭാഗവതരെ വീട്ടിൻ്റെ അടുത്താണ് ഞാൻ എന്ന് പറയും. അല്ലെങ്കിൽ ഞാൻ പറയും ഗുരു കുഞ്ചുകുറുപ്പിനെ കേട്ടിട്ടോ, കഥകളി ആചാര്യൻ, അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ അടുത്താണ് ഞാൻ എന്ന് പറയും. ഇപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു ലാൻഡ്മാർക്കാണ് ഇതാ, ഞാൻ ബ്രഹ്മകുമാരീസിൻ്റെ അടുത്താണ് താമസിക്കുന്നത് എന്നൊരു ലാൻഡ്മാർക്ക് പറയാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനെ സഹായിച്ച എല്ലാവർക്കും നന്ദി നന്ദി നന്ദി. ഓം. നിർവികാരവും നിരാകാരവും നിഷ്കാമവും നിർഗുണവും നിത്യവും സത്യവും സച്ചിദാനന്ദ സ്വരൂപമായ ത്രിമൂർത്തികളുടെ പാതാരങ്ങളിൽ നമസ്കരിച്ചുകൊണ്ടും ഈ യജ്ഞത്തിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ഗുരു പരമ്പരയുടെയും, പ്രത്യേകിച്ച് 2004 മുതൽ പാലക്കാട് ജില്ലയിൽ ബ്രഹ്മകുമാരീസിൻ്റെ സ്ഥാപനത്തിൽ നിരന്തരമായിട്ടോ വർഷത്തിലൊരു പ്രാവശ്യമായെങ്കിലും പോകാൻ സാധിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ടും 2013 മുതൽ പാലക്കാട് വിവിധ പരിപാടികൾ നടത്തുമ്പോൾ ആ ദീപപ്രജ്വലനത്തിൽ മീനാ സിസ്റ്ററെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്യാറുള്ളത്. ഈ കഴിഞ്ഞ സംസ്കാര എന്ന് പറയുന്ന പാലക്കാട് ജില്ലയിലെ പരിപാടി അടക്കം എന്നാലാവുന്ന ഒരു പ്രവർത്തനം സമൂഹത്തിന് വിതരണം ചെയ്യുന്നത് ഇത്തരത്തിലുള്ള, നമ്മളെല്ലാം പറയാറുണ്ട്, തേജസ്വികളായ ഗുരു പരമ്പര നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരുടെ അടുത്ത് ചെന്നിരുന്നാൽ തന്നെ നമ്മുടെ ദുഃഖങ്ങളെല്ലാം മാറിക്കിട്ടും. നമ്മുടെ സുഖം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാനും ആത്മീയ ചൈതന്യത്തെ പരമാത്മാവിലേക്ക് ലയിക്കാൻ വേണ്ടി ഏതു മാർഗമാണ് സ്വീകരിക്കേണ്ടത് എന്ന് ഒട്ടനവധി ഉപനിഷത്തിൽ പഠിക്കുന്നതിന് പകരം ഗുരുക്കന്മാരുടെ അടുത്ത് ചെന്നിരുന്നാൽ മതി എന്നാണ്. അതുകൊണ്ടാണ് സദാശിവ സമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരു പരമ്പര. എല്ലാവരും ഗുരു പരമ്പരയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. കാരണം ആ ആത്മാവ് പരമാത്മാവിൽ ലയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും അധികം പണിയെടുക്കുന്നത്, അല്ലേ? ഈ ശരീരത്തിന് വേണ്ടി നമ്മൾ പണിയെടുക്കുന്നു എന്നല്ലാതെ ആത്മാവിന് വേണ്ടി നമ്മൾ പണിയെടുക്കുന്നത് ധ്യാനത്തിലൂടെ മാത്രമാണ്. ആ ധ്യാനത്തെ നമുക്ക് കൃത്യമായിട്ട് പകർന്നു നൽകുന്ന ഒരു കേന്ദ്രം തന്നെയാണ്. അതുമാത്രമല്ല അവർ ചെയ്യുന്നത്, അല്ലേ? ഇവിടെ ഇരിക്കുന്ന ബ്രഹ്മകുമാരീസിൻ്റെ ഒട്ടനവധി ആൾക്കാരുണ്ട്, അല്ലേ? അതുമാത്രമല്ല, സമൂഹത്തിലെ വ്യക്തിപ്രഭാവത്തെ ചൈതന്യവത്താക്കി അവർക്ക് സമൂഹത്തിൽ നിരന്തരം പ്രയത്നിക്കാനുള്ള കഴിവ് കൊടുക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് 3ാമത്തെ ഈ പ്രവർത്തന മേഖലയിലും ഈ സ്ഥലം ആദ്യത്തെ പങ്ക് ഈശ്വരീയ വിദ്യാലയത്തിന് എന്ന് അദ്ദേഹം തീരുമാനിക്കുകയും അദ്ദേഹത്തിൻ്റെ കുടുംബം അതിൻ്റെ കൂടെ നിന്നു എന്നുള്ളതാണ് സത്യം, അല്ലേ? ആ കുടുംബം ഇന്ന് നിലനിർത്തലാണ് ഈ ധ്യാനത്തിലൂടെ ബ്രഹ്മകുമാരീസ് ചെയ്യുന്നത്. കാരണം 2013 ശേഷം അവിടെ ഒരു രാമായണ സദസ്സിലാണ് കൂടുതൽ നേരം സംസാരിക്കാൻ എനിക്ക് സാധിച്ചത്. അവിടെ ഇന്നും യൂട്യൂബിൽ, ബ്രഹ്മകുമാരീസിൻ്റെ യൂട്യൂബിൽ രാമായണ സന്ദേശത്തിൽ രാമായണത്തെ 3 പേരെ ഇരുത്തിക്കൊണ്ട് ചർച്ചയായിട്ട്, അതൊരു പ്രത്യേക സാഹചര്യത്തിൽ അന്ന് വന്നു ഇരുന്നു ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അന്നു മുതൽ തന്നെ ഈ പ്രവർത്തന മേഖല വികസിച്ച് കൊണ്ടുവരേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ദൗത്യമാണ്. അതുകൊണ്ട് മീനാ സിസ്റ്ററോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, മുന്നിലുള്ള 2 പങ്ക് 2 മക്കൾക്ക് കൊടുത്തിരിക്കുകയാണ്.
അല്ലേ? അപ്പോൾ ആ മക്കളോട് സംസാരിച്ച് ഇതുകൂടി നമുക്ക് ഈ ഈശ്വരീയ വിദ്യാലയത്തിലേക്ക് പങ്കുചേരാൻ നമുക്ക് സാധിക്കുന്ന സാമ്പത്തിക സഹായം ആ കുടുംബത്തിനോ ആ മക്കൾക്കോ കൊടുത്തുകൊണ്ട് ഇതൊരു വലിയൊരു വിഭാവനം ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരണം. കാരണം നേരത്തെ NSSൻ്റെ സെക്രട്ടറി പറഞ്ഞു, നമ്മൾ ദുഃഖങ്ങൾ ഇല്ലാതെ ജനിക്കുന്നില്ല, ദുഃഖങ്ങളോടുകൂടി ജനിക്കുന്നു. പക്ഷെ കുറേ കഴിയുമ്പോൾ നമ്മുടെ കുടുംബജീവിതത്തിൽ ദുഃഖങ്ങൾ കൂടി വരുമ്പോൾ ഈശ്വരനെ പ്രാപിക്കും, ഈശ്വരങ്ങളിൽ വഴിപാടുകൾ നടത്തും. അത് കഴിഞ്ഞാലോ കുറേ കഴിയുമ്പോൾ ഈശ്വര സന്നിധിയിൽ പോവാതിരിക്കുമ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് ഈശ്വരനെ ധ്യാനിച്ചു കൊണ്ടിരിക്കും. കാരണം നാരായണീയത്തിൽ പറയുന്നു വിശ്വപീഡാപഹത്യ എന്നാണ്. ഈ വിശ്വം മുഴുക്കെ രോഗമില്ലാത്ത അവസ്ഥ, ഏത് രോഗം? മാനസികമായ രോഗമില്ലാത്ത അവസ്ഥയിലേക്ക് നമുക്ക് കൊണ്ടുവരണമെങ്കിൽ ആ ധ്യാനം കൊണ്ട് നമുക്ക് സാധിക്കണം. എന്നിട്ടാണ് അവസാനം 100-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് ആയുരാരോഗ്യ സൗഖ്യം എന്നാണ്. അപ്പോൾ ശരീരത്തിന് മാത്രം ആരോഗ്യം പോരാ, മനസ്സിൻ്റെ ആരോഗ്യം കൂടി നമുക്ക് ഊർജിതപ്പെടുത്തണമെങ്കിൽ നമ്മളൊരു പ്രവർത്തനം വികാസം കാണിച്ചു കൊണ്ടുവരണം. ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിലെ ശാന്തിക്കാരനാണെന്ന് ഇതിലെ പലവർക്കും അറിയാം. ആ ശാന്തിക്കാരനായി നിന്നുകൊണ്ട് സമൂഹത്തിനെ ഉറ്റുനോക്കുന്ന സമയത്ത് ആ ദുഃഖങ്ങളില്ലാത്ത അവസ്ഥയിലേക്ക് ഓരോ കുടുംബത്തെ കൊണ്ടുവരാൻ ആദ്യം നമുക്ക് വേണ്ടത് സാമ്പത്തിക ഭദ്രതയാണ്, അല്ലേ? സാമ്പത്തികം കൂടിപ്പോയാലും ബുദ്ധിമുട്ടാണ്, നിലനിൽക്കാതിരുന്നാലും നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ സാമ്പത്തിക ഭദ്രതയെ നിലനിർത്തണമെങ്കിൽ നല്ല ധർമ്മബോധത്തോടുകൂടി നമ്മൾ പ്രവർത്തന ശേഷി വർദ്ധിപ്പിക്കണം. ഇന്ന് പ്രവർത്തിക്കാതിരിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ വ്യക്തികളൊക്കെ പറഞ്ഞു, ഇവിടെ സ്കൂളുകളിൽ പോലും കഞ്ചാവ് വിൽപ്പന നടക്കുന്നു, അല്ലെങ്കിൽ മയക്കുമരുന്നുകൾ പല രീതിയിൽ നടക്കുന്നു. അതിനെന്ത് ചെയ്യണം? നമ്മുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മുത്തശ്ശിമാരാണ്, അല്ലേ? തൻ്റെ പേരക്കുട്ടികളെ പിടിച്ചു കൊണ്ടുവന്ന് ഈ ഈശ്വരീയ വിദ്യാലയത്തിൽ, ഈ പഠന കേന്ദ്രത്തിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പിടിച്ചുകൊണ്ടുവന്നിരുത്തണം. കണ്ണടച്ചിരിക്കാൻ പറയണം. കുറേ കഴിയുമ്പോൾ അവർ നമ്മളെ കൂട്ടിക്കൊണ്ടുവരും ഈ സ്ഥലത്തേക്ക്, അല്ലേ? ഇത് നമ്മൾ ചെയ്യാറില്ല, സത്യം പറയുന്നതാണ്. കാരണം പാലക്കാട് ജില്ലയിൽ 2020 കുട്ടികൾ പഠിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവരെല്ലാം ഒരു പ്രായപരിധി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ +1 +2 കഴിഞ്ഞാൽ പിന്നെ ഈശ്വരീയ കാര്യങ്ങളിലേക്ക് വരാറില്ല. പിന്നെ കഴിയുന്നതോ നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ശബരിമലയ്ക്ക് വേണ്ടി പോരാടി, അല്ലേ? 13 വയസ്സ് അല്ലെങ്കിൽ പ്രായപൂർത്തിയായി കുട്ടി കഴിഞ്ഞാൽ പിന്നെ 50 വയസ്സിന് ശേഷമേ പോകാവൂ എന്ന് നമ്മൾ വാദിച്ചെടുക്കുകയും എല്ലാം ചെയ്തു. പക്ഷേ സാധാരണ ഇത്തരത്തിലുള്ള ആത്മീയ കേന്ദ്രങ്ങളിൽ പോലും നമ്മുടെ കുട്ടികളെ കൊണ്ടെത്തിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ഈ ഗുരുക്കന്മാരുടെ, അല്ലെങ്കിൽ മീന സിസ്റ്ററെയോ അതുപോലെ കവിതാ സിസ്റ്ററെയോ ഒരുപാട് വ്യക്തികൾ, ബ്രദേഴ്സ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവർ സമൂഹത്തിൽ സൈക്കിൾ യജ്ഞം മുതൽ ഓരോ സ്ഥലങ്ങളിലും ഓരോ യജ്ഞങ്ങൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കഥാരൂപത്തിലുള്ള ഈ ഉപനിഷത്ത്, ഖഡോപനിഷത്തിനെ കൃത്യമായിട്ട് അവർ പഠിപ്പിച്ചു തരുന്നുണ്ട്. എങ്ങനെയാണ്? നാടക രൂപത്തിലൂടെ. ഇത് ഞാൻ കണ്ടതുകൊണ്ട് പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാക്കണം. കാരണം 3 നേരം ഭക്ഷണം വെട്ടിവിഴുങ്ങി കടിച്ചതുകൊണ്ട് ശരീരം ഉറച്ചതാവണമെന്നില്ല. മനസ്സിൻ്റെ ആരോഗ്യത്തെ തിട്ടപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. ഇന്ന് ജോലിയിൽ നിന്നും ഏത് നിമിഷവും വിടവാങ്ങുന്ന രീതിയിലേക്ക് വരുന്ന സമയത്ത് മനസ്സിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുന്ന കുടുംബങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. കുറേ കാലമായിട്ട് എല്ലാവരും പഠിച്ച് ബിടെക് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് IT മേഖലയിലേക്ക് പോയി. പക്ഷേ 1 മാസം മുമ്പേ മെയിൽ അയച്ചു, അടുത്ത മാസം മുതൽ നിങ്ങൾക്ക് ഈ കമ്പനിയിൽ ജോലിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഏത് ഫ്ലാറ്റിൻ്റെ മുകളിലാണോ അവിടെ നിന്ന് എടുത്തു ചാടാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ ഏത് കടലിൽ പോയി മുങ്ങാനോ പുഴയിൽ പോയി മുങ്ങാനോ, മുങ്ങിയത് നിവരാതിരിക്കാൻ അവർ ശ്രമിക്കുന്നു. ഇതിൻ്റെ മാനസിക തലത്തിലേക്ക് അവരെല്ലാവരെയും കൊണ്ടുവരാൻ ഇത്തരത്തിലുള്ള ഓരോ പഞ്ചായത്തുകളിലും ഇത്തരത്തിലുള്ള വിദ്യാലയങ്ങൾ കയറണം. അതിന് ഈശ്വരോന്മുഖമായി ഇരുത്താൻ ഇവിടെ ഇരിക്കുന്ന ഓരോ അമ്മമാരും ഓരോ മുതിർന്ന വ്യക്തികളും നമ്മൾ ശ്രമിക്കണം. നമ്മുടെ കുട്ടികളെ ഈശ്വരൻ്റെ സാന്നിധ്യത്തിൽ പിടിച്ചുകൊണ്ടേ ഇരുത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. കാരണം ഭാഗവതത്തിൽ പറയുന്നുണ്ട്, പരീക്ഷിത് മഹാരാജാവ്, അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഭാഗവതം തന്നെ നമുക്ക് കാണാൻ സാധിക്കുക. ഗർഭത്തിലിരുന്നപ്പോൾ അങ്കുലം പോലത്തെ അല്ലെങ്കിൽ തള്ളവരലിൻ്റെ രൂപത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. ഉത്തരയുടെ ഗർഭത്തിൽ
അവിടെ അശ്വത്ഥാമാവ് അയച്ച ആ ബ്രഹ്മാസ്ത്രം പോലും തടയാൻ ഭഗവാന് കഴിവുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ആരോഗ്യം, മാനസികാരോഗ്യത്തിന് നിവർത്തി കൊണ്ടുവരാൻ നമുക്ക് ഈ ബ്രഹ്മകുമാരിസിലെ ഈശ്വര വിദ്യാലയത്തിൽ സാധിക്കുന്നുണ്ട്. അത് നമ്മൾ ഓരോരുത്തരും പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് മാത്രം ഈ നിമിഷം പറയുന്നു. കുറച്ച് വൈകിട്ടാണെങ്കിലും ഒരു കല്യാണം പൂജയുള്ളത് കൊണ്ട് 9:45 കല്യാണം കഴിയേണ്ടതാണ്. പക്ഷെ 10:45. കാരണം ഇന്ന് ആ നിമിഷം പോലും, മുഹൂർത്തം പോലും നമുക്ക് നിർബന്ധമില്ല. അത് എങ്ങനെ വേണിച്ചാലും ചെയ്യാമെന്നുള്ള ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയാം. കല്യാണങ്ങൾ നിങ്ങൾ ഒരുപാട് കാണുന്നതാണ്. അതുപോലും ഈശ്വരീയ അവസ്ഥയിലല്ല ഇന്ന് നമ്മൾ പോകുന്നത്. അതിനെയൊക്കെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ദൃഢപ്രതിജ്ഞ എടുക്കണം, അല്ലേ? പക്ഷെ ഇവിടെ ഇരിക്കുന്ന പല അമ്മമാരും നമ്മളോട് പറയാറുണ്ട്, അച്ഛന്മാർ പറയാറുണ്ട്, മക്കളുടെ ഇഷ്ടത്തിനാണ് ചെയ്യുന്നത്, അല്ലേ? ശരിയാണോ? മക്കളോട് പറഞ്ഞാൽ അവർ അനുസരിക്കുന്നതല്ല, അല്ലേ? ഇത് മാറ്റിയെടുക്കേണ്ട ഒരു കാലഘട്ടം നമുക്ക് വന്നിരിക്കുന്നു. മക്കളോട് പറഞ്ഞു നിൽക്കുന്ന ആജ്ഞാശക്തി നമുക്കുണ്ടാക്കിയെടുക്കാൻ നമ്മൾ ഓരോരുത്തരും പ്രബലരാകുവാൻ, അല്ലെങ്കിൽ നമ്മുടെ പ്രകാശരൂപത്തെ ഉള്ളിൽ നിന്നും അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സദുർലഭ എന്ന് ലളിതാ സഹസ്രനാമത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ ആജ്ഞാചക്രം പ്രകാശിപ്പിച്ചേ മതിയാവൂ. പറഞ്ഞ വാക്ക് കേൾക്കാൻ പഠിക്കണം, കേട്ടത് അനുസരിക്കാൻ പഠിപ്പിക്കണം. ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്, അല്ലേ? സത്യമാണ്. കേരളത്തിൽ 1100 സ്കൂളുകളിൽ ഇന്ന് മദ്യവും മയക്കുമരുന്നും വിപണനം ചെയ്യുന്നു. ഇത് തടയാൻ നമുക്ക് സാധിക്കുന്നില്ല. ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളിൽ വന്നാൽ അവരെ നമുക്ക് നന്നാക്കിയെടുക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നിങ്ങൾ നോക്കിക്കോളൂ, കുതിരവട്ടവും ഊളംപാറയുമാണ് ഉണ്ടായിരുന്നത്, അല്ലേ? അതല്ലേ നമുക്കറിയുള്ളൂ. എങ്ങാനും ഒന്ന് അട്ടഹസിച്ച് ചിരിച്ചു പോയാൽ നമ്മൾ ചോദിക്കുന്നത് എന്താ? നിന്നെ ഊളംപാറയിലാക്കണോ എന്നാണ്, അല്ലേ? പക്ഷെ ഇന്ന് എല്ലാ ജില്ലകളിലും 2ഉം 3ഉം മാനസിക ആരോഗ്യ കേന്ദ്രങ്ങൾ വരാനുള്ള കാരണം മനസ്സിനെ ദൃഢപ്പെടുത്തുന്ന കേന്ദ്രങ്ങൾ നമ്മൾ അവിടെ എത്തുന്നില്ല എന്നുള്ളതാണ്. അതിനെത്തിക്കാൻ നമുക്ക് സാധിക്കട്ടെ. സിസ്റ്റർ പറഞ്ഞതുപോലെ അതുപോലെ അവിടെ കൂടെ പ്രവർത്തിക്കുന്ന എല്ലാ സഹപ്രവർത്തകരും അവരുടെ ഊർജ്ജസ്വലമായ പ്രവർത്തനം കൊണ്ട് ഈ സമൂഹത്തിൽ വലിയൊരു മാറ്റമുണ്ടാക്കുവാൻ ഒരു ശാന്തിക്കാരനായി നിന്നുകൊണ്ട് എപ്പോഴും കൂടെ ഉണ്ടാവും മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഓം ശാന്തി. ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ നമ്മുടെ കോട്ടായിൽ ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിക്കപ്പെട്ട് എത്തിച്ചേർന്ന എല്ലാ ശ്രേഷ്ഠ വ്യക്തികൾക്കും, മാത്തൂർ പഞ്ചായത്തിലെയും കോട്ടായി പഞ്ചായത്തിലെയും പെരുങ്ങോട്ടുകുറിച്ചി പഞ്ചായത്തിലെയും വിവിധ സംഘടനകളിലെയും പ്രതിനിധികളെയും എല്ലാവരെയും സ്നേഹപുരസ്സരം നന്ദി അറിയിക്കുകയാണ്. അതേപോലെ ഈ പ്രസ്ഥാനത്തിൻ്റെ ഇവിടുത്തെ ശാഖ ഇങ്ങനെ ഒന്ന് കെട്ടിപ്പടുക്കുന്നതിനും അതിനുവേണ്ടി സഹകരിച്ച ബ്രഹ്മകുമാരീസിലെ എല്ലാ BKസിനും സിസ്റ്റർമാർക്കും, പ്രത്യേകിച്ച് GK ബായി, മീന സിസ്റ്റർ, നമ്മളുടെ രമേഷ് ബായി, എല്ലാവർക്കും, കവിതാ സിസ്റ്റർ, എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഓം ശാന്തി. അതോടൊപ്പം ഒരു കാര്യം, എല്ലാവരും ഡെയിലിയുള്ള ക്ലാസ്സിന് കഴിയുന്നതും കുടുംബസമേതം വന്ന് ഈ സംരംഭത്തെ, ഈ സ്ഥാപനത്തെ വിദ്യാർത്ഥികളെ കൊണ്ട് നിറയ്ക്കണം. എന്ന് വെച്ചാൽ ഈശ്വരൻ്റെ പഠിപ്പ് പഠിക്കാൻ വരുന്ന ഈശ്വരീയ വിദ്യാർത്ഥികൾ. അക്കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ വിദ്യാലയം കുട്ടികളെ കൊണ്ട് നിറയട്ടെ, ഈശ്വരീയ വിദ്യാർത്ഥികളെ കൊണ്ട്. ഓക്കെ. ഓം ശാന്തി.